ഹായ് ഓൾ, വെൽക്കം ടു ടെക് എക്സാം ക്രാക്കർ. ഫിറ്റർ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂൾ വൈസ് പ്രിപ്പറേഷൻ സെക്ഷനിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മൊഡ്യൂൾ 1 മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ് ആണ്. നമ്മുടെ ഫിറ്റർ എക്സാമിൻ്റെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഫസ്റ്റ് വരുന്ന മൊഡ്യൂളാണ് മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് വെറുതെ ഡെഫിനിഷൻസ് മാത്രം പഠിക്കുന്ന രീതിയിലല്ല നമ്മൾ ഈ മൊഡ്യൂൾ ചെയ്യുന്നത്. ഓരോ ടോപ്പിക്കും കൺസെപ്റ്റ് വൈസ് ആയി മനസ്സിലാക്കുകയും അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് പഠിക്കുകയും അതിനുശേഷം എക്സാം ഓറിയൻറ്റഡ് MCQ പ്രാക്ടീസ് നടത്തുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ സെക്ഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ മൊഡ്യൂൾ 1 10 മാർക്കാണ് വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മൊഡ്യൂളിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ് ആണ്. അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ഓരോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക്, അതായത് നമ്മുടെ സിലബസിൽ പറയുന്ന എല്ലാ ടോപ്പിക്കും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് മാർക്കിംഗ് മീഡിയ, രണ്ടാമത് ലീനിയർ മെഷർമെൻറ്റ്, മൂന്നാമത് സ്ക്രൈബർ, നാലാമത് ഡിവൈഡേഴ്സ്, അഞ്ചാമത് ഡേറ്റം, ആറാമത് കാലിപ്പേഴ്സ്, ഏഴാമത് ടൈപ്പ് ഓഫ് മാർക്കിംഗ് പഞ്ചസ്, എട്ടാമത് സർഫസ് ഗേജ്, ഒമ്പതാമത് വി ബ്ലോക്ക്, പത്താമത് സർഫസ് പ്ലേറ്റ്, 11ആമത് മാർക്കിംഗ് ഓഫ് ടേബിൾ, 12ആമത് ആംഗിൾ പ്ലേറ്റ്, പാരലൽ ബ്ലോക്സ് ആൻഡ് കോമ്പിനേഷൻ സെറ്റ്. ഇത്രയാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഇത് നമ്മൾ പ്രിപ്പറേഷൻ തയ്യാറാക്കിയിരിക്കുന്നത് കംപ്ലീറ്റ്ലി നിമി ബേസ്ഡ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു എക്സാമിൻ്റെ ഏറ്റവും ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ITA ആണ്. അപ്പോൾ ITA കുട്ടികൾ പഠിക്കുന്ന ITA ഫിറ്റർ കുട്ടികൾ പഠിക്കുന്ന നിമി ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് നമ്മൾ ഇതിലെ എല്ലാ നോട്ടും ഡെഫിനിഷൻസും എല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസും തയ്യാറാക്കിയിരിക്കുന്നത് ആ ഒരു നിമി ബുക്കിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മൊഡ്യൂൾ 1 പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കും വളരെ സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അടുത്തത് ഓരോ ടോപ്പിക്കും നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള MCQ സെക്ഷനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഈ വീഡിയോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫിറ്റർ എക്സാമിന് തയ്യാറെടുക്കുന്നവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആദ്യം ഇതിൻ്റെ കൺസെപ്റ്റാണ് മനസ്സിലാക്കും, പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോട്ട് ചെയ്യണം, പിന്നെ MCQ പ്രാക്ടീസ് ചെയ്യുക, പിന്നെ ഇത് വീണ്ടും റിവൈസ് ചെയ്യണം. നിങ്ങളിത് എത്രമാത്രം ഈ വീഡിയോ റിവൈസ് ചെയ്ത് കാണുന്നു അത്രമാത്രം നിങ്ങൾക്ക് കോൺഫിഡൻറ്റോടു കൂടി നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഈ ഒരു സെക്ഷൻ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇത് വൺ ടൈം കണ്ട് മാറ്റി വയ്ക്കാതെ വീണ്ടും കാണുക. കാരണം നമ്മൾ ഇതിലെല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസുകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ഒരു സെക്ഷനിൽ, ഈ ഒരു വീഡിയോയിൽ 100 MCQകളാണ് നമ്മൾ മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ് എന്ന ഈ മൊഡ്യൂളിൽ നിന്ന് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ MCQ ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആൻസറൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നിയാലും നിങ്ങൾ അതിൽ നിന്ന് അതിൻ്റെ കൺസെപ്റ്റ്, ക്വസ്റ്റ്യൻ വായിച്ച് അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം അതിൽ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനും കൂടി നിങ്ങൾ നോക്കണം. അങ്ങനെയായിരിക്കണം നിങ്ങൾ ഓരോ ക്വസ്റ്റ്യന് അപ്രോച്ച് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം മാർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പെട്ടെന്ന് ഒരു ഉത്തരം കണ്ട് അതാണ് ആൻസർ എന്ന് പറഞ്ഞ് കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്കത് തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസിലേക്ക് നോക്കിയിട്ട് എലിമിനേഷൻ മെത്തേഡ് കൂടി നിങ്ങൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടത്തുള്ളൂ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ഫിറ്റർ എക്സാം പ്രിപ്പറേഷൻ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. കൂടാതെ ടെക് എക്സാം ക്രാക്കർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലെ ഈ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യുന്നു.
നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് മാർക്കിംഗ് മീഡിയയെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ് ആണ്. അപ്പോൾ മാർക്കിങ്ങിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാർക്കിംഗ് ടൂൾസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ അതിനൊരു മീഡിയ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മീഡിയകൾ ഏതാണ് എന്നാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ, ഈ ഒരു മാർക്കിംഗ് മീഡിയ എന്ന ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് മാർക്കിംഗ് മീഡിയ? മാർക്കിംഗ് മീഡിയ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ വർക്ക് പീസിൻ്റെ ഉപരിതലത്തിൽ വരയ്ക്കുന്ന അടയാളങ്ങളും വരകളും വ്യക്തമായി കാണുന്നതിനായി ഉപയോഗിക്കുന്ന കോട്ടിങ്ങുകളാണ് മാർക്കിംഗ് മീഡിയ. ഇവിടെ അതിൻ്റെ ഡെഫിനേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം നമുക്കവിടെ മാർക്കിംഗ് മീഡിയകൾ ഏതൊക്കെയാണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൈറ്റ് വാഷ് ഉണ്ട്, പിന്നെ മാർക്കിംഗ് ബ്ലൂ ഉണ്ട്, പ്രഷ്യൻ ബ്ലൂ ഉണ്ട്, കോപ്പർ സൾഫേറ്റ് ഉണ്ട്, സെല്ലുലോസ് ലാക്വർ ഉണ്ട്. അപ്പോൾ ഓരോന്നിനെ കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ് വൈറ്റ് വാഷ്? ഈ വൈറ്റ് വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നിർമ്മാണം, അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, ഈ ചോക്ക് പൊടി വെള്ളത്തിലോ അല്ലെങ്കിൽ മെഥിലേറ്റഡ് സ്പിരിറ്റിലോ കലക്കി, അല്ലെങ്കിൽ വൈറ്റ് ലെഡ് പൗഡർ ടർപ്പൻറ്റനിൽ കലക്കി ആണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റഫ് ഫോർജിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള കാസ്റ്റിംഗ് സർഫസുകളിൽ ഒക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളിത് റെക്കമെൻഡ് ചെയ്യാത്തത് ഹൈ പ്രിസിഷൻ വർക്ക് പീസുകളിൽ അല്ലെങ്കിൽ ഹൈ ആക്യുറസി തരുന്ന വർക്ക് പീസിൽ നമ്മൾ ഇത് ഒരിക്കലും ഉപയോഗിക്കുന്നില്ല, അവിടെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിത് ഉപയോഗിക്കുന്നത് റഫ് സർഫസിലാണ്. അതോടൊപ്പം തന്നെ ഇത് ഉപയോഗിക്കാത്തത് ഹൈ പ്രിസിഷൻ വർക്കുകളിൽ നമ്മളിത് ഉപയോഗിക്കുന്നില്ല എന്ന 2 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ പോയിന്റുകളാണ്. ഇനി അടുത്തതായിട്ട് മാർക്കിംഗ് ബ്ലൂവിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെഥിലേറ്റഡ് സ്പിരിറ്റ് ചേർത്ത ബ്ലൂ ഡൈ, അതാണ് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇത് മിതമായ രീതിയിൽ മെഷീൻ ചെയ്ത സർഫസുകളിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അതായത് റീസണബിളി മെഷീൻഡ് സർഫസുകളിലാണ് നമ്മളിതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അതോടൊപ്പം തന്നെ ഇതൊരു ക്ലിയർ മാർക്കായിട്ട് നമുക്ക് ഗുഡ് ക്ലിയർ മാർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത മാർക്കിംഗ് മീഡിയയാണ് പ്രഷ്യൻ ബ്ലൂ. ഇത് റെഡി ടു യൂസ് സൊല്യൂഷനാണ്. അതോടൊപ്പം തന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫൈൽ ചെയ്ത അല്ലെങ്കിൽ മെഷീൻ ഫിനിഷ്ഡ് സർഫസുകളിലാണ് ഈ പ്രഷ്യൻ ബ്ലൂ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് വളരെ ഷാർപ്പായിട്ടുള്ള ക്ലിയർ ലൈൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രഷ്യൻ ബ്ലൂ ഉണങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ ഡ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ചധികം സമയം എടുക്കുന്നുണ്ട്. അതൊരു കീ പോയിന്റ് ആണ്. നമുക്ക് ഉണങ്ങാൻ കൂടുതൽ സമയം എടുക്കുന്നത് ഒരു മാർക്കിംഗ് മീഡിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രഷ്യൻ ബ്ലൂ ആണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് മാർക്കിംഗ് മീഡിയയാണ് കോപ്പർ സൾഫേറ്റ്. അപ്പോൾ കോപ്പർ സൾഫേറ്റ് എങ്ങനെയാണ് അത് നിർമ്മിക്കുന്നത്? കോപ്പർ സൾഫേറ്റ് വെള്ളം, ഏതാനും തുള്ളി നൈട്രിക് ആസിഡ് എന്നിവ ചേർത്താണ് ഇത് പ്രിപ്പറേഷൻ ചെയ്യുന്നത്. നമ്മളിത് ഉപയോഗിക്കുന്നത് ഫിനിഷ് ചെയ്ത സർഫസുകളിൽ ഇത് നമ്മൾ ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഫിനിഷ്ഡ് സർഫസുകളിൽ വളരെ നന്നായി ഇത് പിടിച്ചിരിക്കും. അവിടെ പിടിച്ചിരിക്കാൻ ഈ കോപ്പർ സൾഫേറ്റ് കൊണ്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇത് പോയിസണസ് ആണ്. ഇത് വിഷാംശം ഉള്ള ഒരു മീഡിയയാണ്, മാർക്കിംഗ് മീഡിയയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മാർക്കിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇത് പൂർണ്ണമായും ഉണങ്ങിയിരിക്കണം, ഡ്രൈ ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു മാർക്കിംഗ് മീഡിയയാണ് സെല്ലുലോസ് ലാക്വർ. ഇത് കൊമേഴ്ഷ്യലി നമുക്ക് പല കളറിലും അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ ഇത് സ്മൂത്ത് സർഫസുകളിലാണ് നമ്മൾ ഈ സെല്ലുലോസ് ലാക്വർ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കീ പോയിന്റ് ആണ്, വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ റാപ്പിഡ്ലി ആയിട്ട് ഇത് ഉണങ്ങുന്നുണ്ട്, ഡ്രൈ ചെയ്യുന്നുണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മാർക്കിംഗ് മീഡിയയെക്കുറിച്ച് നമ്മുടെ നിമി ബുക്കിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് MCQ സെക്ഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മാർക്കിംഗ് മീഡിയ ഈസ് യൂസ്ഡ് ഓൺ റഫ് ഫോർജിങ്സ് ആൻഡ് കാസ്റ്റിങ്സ്? റഫ് ഫോർജിങ്, കാസ്റ്റിങ്സ് എന്നിവയിൽ ഉപയോഗിക്കുന്ന മാർക്കിംഗ് മീഡിയ ഏതാണ്?
ഓപ്ഷൻ എ വൈറ്റ് വാഷ്, ഓപ്ഷൻ ബി പ്രഷ്യൻ ബ്ലൂ, ഓപ്ഷൻ സി കോപ്പർ സൾഫേറ്റ്, ഓപ്ഷൻ ഡി സെല്ലുലോസ് ലാക്വർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് വൈറ്റ് വാഷ് ആണ്. അപ്പോൾ റഫ് ഫോർജിങ്, കാസ്റ്റിംഗ് എന്നിവയുടെ ഓക്സിഡൈസ്ഡ് സർഫസിൽ വ്യക്തമായ ലൈൻസ് ലഭിക്കാൻ വൈറ്റ് വാഷാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2. വിച്ച് മാർക്കിംഗ് മീഡിയ ഗേവ് വെരി ക്ലിയർ ആൻഡ് ഷാർപ്പ് ലൈൻസ് ബട്ട് ടേക്ക് മോർ ടൈം ടു ഡ്രൈ? ഏത് മാർക്കിംഗ് മീഡിയയാണ് വ്യക്തമായ ലൈൻസ് നൽകുന്നതും ഉണങ്ങാൻ കൂടുതൽ സമയമെടുക്കുന്നതും? ഓപ്ഷൻ എ വൈറ്റ് വാഷ്, ഓപ്ഷൻ ബി പ്രഷ്യൻ ബ്ലൂ, ഓപ്ഷൻ സി കോപ്പർ സൾഫേറ്റ്, ഓപ്ഷൻ ഡി സെല്ലുലോസ് ലാക്വർ. നമുക്കറിയാം പ്രഷ്യൻ ബ്ലൂ ആണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ. അതായത് മെഷീൻഡ് അല്ലെങ്കിൽ ഫൈൽഡ് സർഫസിൽ വ്യക്തമായ ലൈൻസ് തരുമെങ്കിലും പ്രഷ്യൻ ബ്ലൂ ഡ്രൈ ആകാൻ കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 3 ആണ്. വിച്ച് മാർക്കിംഗ് മീഡിയ ഈസ് പോയിസണസ് ആൻഡ് നീഡ്സ് കെയർഫുള്ളി ഹാൻഡ്ലിംഗ്? ഏത് മാർക്കിംഗ് മീഡിയ ആണ് വിഷാംശമുള്ളതും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതും? ഓപ്ഷൻ എ വൈറ്റ് വാഷ്, ഓപ്ഷൻ ബി പ്രഷ്യൻ ബ്ലൂ, ഓപ്ഷൻ സി കോപ്പർ സൾഫേറ്റ്, ഓപ്ഷൻ ഡി സെല്ലുലോസ് ലാക്വർ. കറക്റ്റ് ആൻസർ കോപ്പർ സൾഫേറ്റ്. അത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ വിഷാംശമുള്ളതിനായതിനാൽ അത് ഉപയോഗിക്കുമ്പോഴും ഉണങ്ങുന്നതിന് മുമ്പ് ഉണങ്ങിയിരിക്കണം. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. വിച്ച് കൊമേഴ്ഷ്യലി അവൈലബിൾ മാർക്കിംഗ് മീഡിയ ഡ്രൈസ് വെരി ക്വിക്ക്ലി ആൻഡ് കംസ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്? വളരെ പെട്ടെന്ന് ഉണങ്ങുന്നതും വിവിധ കളറുകളിൽ ലഭ്യവുമായ കൊമേഴ്ഷ്യൽ മാർക്കിംഗ് മീഡിയ ഏതാണ്? ഓപ്ഷൻ എ വൈറ്റ് വാഷ്, ഓപ്ഷൻ ബി പ്രഷ്യൻ ബ്ലൂ, ഓപ്ഷൻ സി കോപ്പർ സൾഫേറ്റ്, ഓപ്ഷൻ ഡി സെല്ലുലോസ് ലാക്വർ. നമുക്കറിയാം അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സെല്ലുലോസ് ലാക്വർ ആണ്. അപ്പോൾ സെല്ലുലോസ് ലാക്വർ ഒരു കൊമേഴ്ഷ്യൽ മാർക്കിംഗ് മീഡിയ ആണ്. ഇത് വളരെ വേഗത്തിൽ ഡ്രൈ ആകുന്നുണ്ട്. അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 5. വിച്ച് മിക്സ്ചർ ഈസ് നോട്ട് കോമൺലി യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് വൈറ്റ് വാഷ് മാർക്കിംഗ് മീഡിയ? വൈറ്റ് വാഷ് തയ്യാറാക്കാൻ താഴെ പറയുന്നവയിൽ ഉപയോഗിക്കാത്ത മിശ്രിതം ഏതാണ്? ഇപ്പോൾ ഓപ്ഷൻ എ ചോക്ക് പൗഡർ മിക്സ്ഡ് വിത്ത് വാട്ടർ, ഓപ്ഷൻ ബി ചോക്ക് മിക്സ്ഡ് വിത്ത് മിഥിലേറ്റഡ് സ്പിരിറ്റ്, ഓപ്ഷൻ സി വൈറ്റ് ലെഡ് പൗഡർ വിത്ത് ടർപ്പൻറ്റൈൻ, ഓപ്ഷൻ ഡി കോപ്പർ സൾഫേറ്റ് വിത്ത് നൈട്രിക് ആസിഡ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വൈറ്റ് വാഷിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലില്ലാത്ത ഏതാണെന്ന് നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ നമുക്ക് കറക്റ്റായിട്ട് കുത്താവുന്നതാണ്. ഓപ്ഷൻ ഡി കോപ്പർ സൾഫേറ്റ് വിത്ത് നൈട്രിക് ആസിഡ്. അപ്പോൾ കോപ്പർ സൾഫേറ്റ് പ്ലസ് നൈട്രിക് ആസിഡ് മിശ്രിതം എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. അത് വൈറ്റ് വാഷിനായിട്ടല്ല ഉപയോഗിക്കുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6. ദ സെലക്ഷൻ ഓഫ് മാർക്കിംഗ് മീഡിയ ഫോർ എ ജോബ് ഡിപ്പെൻഡ് ഓൺ വിച്ച് ഫാക്ടേഴ്സ്? ഒരു ജോബിന് അനുയോജ്യമായ മാർക്കിംഗ് മീഡിയ തിരഞ്ഞെടുക്കുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? ഓപ്ഷൻ എ വെയ്റ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് വർക്ക് പീസ്, ഓപ്ഷൻ ബി സർഫസ് ഫിനിഷ് ആൻഡ് ആക്യുറസി റിക്വയർഡ്, ഓപ്ഷൻ ഡി ഹാർഡ്നെസ് ആൻഡ് ഡക്റ്റിലിറ്റി, ഓപ്ഷൻ ഡി ലെങ്ത് ആൻഡ് ഡയമീറ്റർ. നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ഓപ്ഷൻ ബി സർഫസ് ഫിനിഷ് ആൻഡ് ആക്യുറസി റിക്വയർഡ് ആണ്. അതായത് വർക്ക് പീസിൻ്റെ സർഫസ് ഫിനിഷ്, ആവശ്യമായ ആക്യുറസി എന്നിവയ്ക്ക് അനുസരിച്ചാണ് അനുയോജ്യമായ മാർക്കിംഗ് മീഡിയ സെലക്ട് ചെയ്യുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 7. വിച്ച് മാർക്കിംഗ് മീഡിയ ഈസ് എ ബ്ലൂ കെമിക്കൽ ഡൈ മിക്സ്ഡ് വിത്ത് മെഥിലേറ്റഡ് സ്പിരിറ്റ് യൂസ്ഡ് ഓൺ മെഷീൻഡ് സർഫസ്? അപ്പം മെഥിലേറ്റഡ് സ്പിരിറ്റ് കലർത്തിയ കെമിക്കൽ ഡൈ ആയ മാർക്കിംഗ് മീഡിയ ഏതാണ്? ഓപ്ഷൻ എ മാർക്കിംഗ് ബ്ലൂ, ഓപ്ഷൻ ബി വൈറ്റ് വാഷ്, ഓപ്ഷൻ സി കോപ്പർ സൾഫേറ്റ്, ഓപ്ഷൻ ഡി പ്രഷ്യൻ ബ്ലൂ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മാർക്കിംഗ് ബ്ലൂ ആണ്. അപ്പോൾ നമ്മൾ റീസണബിളി മെഷീൻഡ് സർഫസിൽ മാർക്കിംഗ് ബ്ലൂ, അതായത് കെമിക്കൽ ഡൈ പ്ലസ് മെഥിലേറ്റഡ് സ്പിരിറ്റ് ഉപയോഗിച്ച് വേഗത്തിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 8. മോഡേൺ ക്വിക്ക് ഡ്രൈ മാർക്കിംഗ് മീഡിയ ആർ കോമൺലി അപ്ലൈഡ് യൂസിങ് വിച്ച് കൺവീനിയൻറ്റ് മെത്തേഡ്? അതായത് ആധുനിക കാലത്ത്
മാർക്കിംഗ് മീഡിയ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? അതായത് ഓപ്ഷൻ എ ഡിപ്പിംഗ് ഇൻ എ ടാങ്ക്, ഓപ്ഷൻ ബി എയറോസോൾ സ്പ്രേ കണ്ടെയ്നർ, ഓപ്ഷൻ സി ഹീറ്റിംഗ് ദ ജോബ്, ഓപ്ഷൻ ഡി കെമിക്കൽ എച്ചിങ്. അതായത് ഇത് നമ്മൾ നേരത്തെ പഠിച്ച പോയിന്റിലില്ല, പക്ഷേ നിമി ടെക്സ്റ്റ് ബുക്കിൽ ഇത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറോസോൾ സ്പ്രേ കണ്ടെയ്നറാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എയറോസോൾ കണ്ടെയ്നർ സ്പ്രേ ചെയ്താണ് സുഗമമായി മാർക്കിംഗ് ഡൈ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ മാർക്കിംഗ് മീഡിയ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്കായിട്ടുള്ള ലീനിയർ മെഷർമെൻ്റ് ആണ്. അപ്പോൾ ലീനിയർ മെഷർമെൻറ്റിൽ നമുക്കറിയാം നമ്മൾ സ്കെയിൽസും കാര്യങ്ങളൊക്കെ അതോടൊപ്പം തന്നെ കുറച്ച് കൺവെൻഷൻസൊക്കെ നമുക്കവിടെ പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലീനിയർ മെഷർമെൻറ്റിൽ നമ്മൾ അതിൻ്റെ SI യൂണിറ്റിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ദ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് ഇൻ ദ SI സിസ്റ്റം ഈസ് ദ മീറ്റർ. അപ്പോൾ ഈ നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് PSC പോയിന്റ് ആണ്. നീളത്തിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മീറ്റർ ആണ്. ഓക്കെ, അതോടൊപ്പം തന്നെ അതിൻ്റെ കുറച്ച് കൺവെൻഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മില്ലിമീറ്റർ ആണ്. അതോടൊപ്പം തന്നെ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10 മില്ലിമീറ്റർ ആണ്. 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മൈക്രോൺസ് ആണ്, അല്ലെങ്കിൽ മൈക്രോമീറ്റർ ആണ്. ദെൻ 1 മൈക്രോമീറ്റർ അല്ലെങ്കിൽ മൈക്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0.001 മില്ലിമീറ്റർ ആണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 1 മൈക്രോമീറ്റർ എത്രയാണെന്ന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയണം 0.001 മില്ലിമീറ്റർ ആണെന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ എഞ്ചിനീയറിംഗ് പ്രാക്ടീസിൽ സാധാരണയായി എഞ്ചിനീയറിംഗ് അളവുകൾ രേഖപ്പെടുത്തുന്നത് നമുക്കറിയാം മില്ലിമീറ്ററിലാണ്. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. എഞ്ചിനീയറിംഗ് യൂണിറ്റ് പ്രാക്ടീസിൽ നമ്മൾ ചെയ്യുന്നത് മില്ലിമീറ്റർ ആണെന്നുള്ളത്. ഇനി നമുക്ക് സ്റ്റീൽ റൂളിലേക്ക് കിടക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു PSCയിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണിത്, സ്റ്റീൽ റൂള്. അപ്പോൾ സ്റ്റീൽ റൂളിലെ മെറ്റീരിയൽ, ആ സ്റ്റീൽ റൂള് എങ്ങനെയാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്? അതായത് സ്പ്രിംഗ് സ്റ്റീൽ ഓർ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉപയോഗിച്ചിട്ടാണ് ഈ സ്റ്റീൽ റൂള് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് അല്ലെങ്കിൽ റീഡിംഗ് ആക്യുറസി എന്ന് പറയുന്നത് 0.5 mm ആണ്. അല്ലെങ്കിൽ ഇത് ഇഞ്ചി പറയുമ്പോൾ 1/64 ഇഞ്ചസിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് 150 mm, 300 mm, 600 mm. ഇതാണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള സൈസ്. നമ്മളിപ്പോൾ 150 mm സ്റ്റീൽ റൂള് അല്ലെങ്കിൽ സ്കെയിലുകളൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതിനേക്കാൾ കുറച്ച് വലിയൊരു സ്റ്റീൽ റൂളാണ് 300 mm അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്ററിൻ്റെ. ഓക്കെ, അപ്പോൾ 150 mm-ൻ്റെയും 300 mm-ൻ്റെയും സ്റ്റീൽ റൂളുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്റ്റീൽ റൂളുകളുണ്ട്. ഫസ്റ്റ് ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വരുന്നത് നാരോ സ്റ്റീൽ റൂളാണ്. അതായത് ഫോർ മെഷറിംഗ് കീവേസ് ആൻഡ് സ്മോളർ ഡയമീറ്റർ ബ്ലൈൻഡ് ഹോൾസ്. അതായത് കീവേകൾ അല്ലെങ്കിൽ ചെറിയ ദ്വാരങ്ങൾ എന്നിവയ്ക്കൊക്കെയാണ് നാരോ സ്റ്റീൽ റൂൾ ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് ഷോർട്ട് സ്റ്റീൽ റൂള് അല്ലെങ്കിൽ പോക്കറ്റ് റൂൾ എന്നും കൂടി ഇതിനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഹോൾഡർ നമുക്ക് അത് കാണാൻ സാധിക്കുന്നുണ്ട്. കംസ് വിത്ത് എ ഹോൾഡർ യൂസ്ഡ് ഫോർ കൺഫൈൻഡ് ഓർ ഹാർഡ് ടു റീച്ച് ലൊക്കേഷൻ. അതായത് ഈ തടസ്സങ്ങളുള്ള ഇടങ്ങളിലൊക്കെയാണ് ഈ പറഞ്ഞ ഷോർട്ട് സ്റ്റീൽ റൂൾ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് മൂന്നാമതായിട്ട് സ്റ്റീൽ റൂൾ വിത്ത് ടേപ്പേഡ് എൻഡ്. അതായത് ഇവിടെ ഒരു ടേപ്പേഡ് എൻഡാണ് നമുക്കിവിടെ ഈ ഒരു സ്റ്റീൽ റൂൾ കാണാൻ സാധിക്കുന്നത്. ചെറിയ ദ്വാരങ്ങളും ഗ്രൂവുകളൊക്കെ അളക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റീൽ റൂൾ വിത്ത് ടേപ്പേഡ് എൻഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്.
വാട്ട് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് മെഷർമെൻറ്റ് ആസ് പെർ ദ SI സിസ്റ്റം? SI സിസ്റ്റം പ്രകാരം നീളത്തിൻ്റെ അല്ലെങ്കിൽ ലെങ്ത്തിൻ്റെ ബേസിക് യൂണിറ്റ് ഏതാണ്? നമ്മളിപ്പോൾ പഠിച്ചോളൂ. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എ എന്താ കൊടുത്തിരിക്കുന്നത്? സെൻറ്റിമീറ്റർ ആണ്. ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്നത് മില്ലിമീറ്റർ ആണ്. ഓപ്ഷൻ സി കൊടുത്തിരിക്കുന്നത് മീറ്റർ ആണ്. ഓപ്ഷൻ ഡി കൊടുത്തിരിക്കുന്നത് മൈക്രോമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ ആണ്. പക്ഷേ എവിടെയാണ് മില്ലിമീറ്റർ വരുന്നത്? മില്ലിമീറ്റർ വരുന്നത് എഞ്ചിനീയറിംഗ് പർപ്പസുകളിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ മില്ലിമീറ്റർ വരുന്നത്. ഓക്കെ, ഇനി ഇന്ത്യൻ SI സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ്. അപ്പോൾ അതനുസരിച്ച് ലെങ്ത്തിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. ഹൗ മെനി മൈക്രോമീറ്റേഴ്സ് അല്ലെങ്കിൽ മൈക്രോൺസ് ആർ ദെയർ ഇൻ 1 millimeter? അതായത് 1 millimeterൽ എത്ര മൈക്രോമീറ്റേഴ്സ് ഉണ്ടെന്ന്. ഓപ്ഷൻ എ 10 മൈക്രോമീറ്റർ, ഓപ്ഷൻ ബി 100 മൈക്രോമീറ്റർ, ഓപ്ഷൻ സി 1000 മൈക്രോമീറ്റർ, ഓപ്ഷൻ ഡി 10,000 മൈക്രോമീറ്റർ. നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചതാണ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മൈക്രോമീറ്റർ ആണ്. അപ്പോൾ അതായത് 1 mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മൈക്രോമീറ്റേഴ്സ് ആണ്. ഇനി 1 മൈക്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.001 mm ആണ്. അപ്പോൾ ഇത് രണ്ടും നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11. വാട്ട് ഈസ് ദ റീഡിംഗ് ആക്യുറസി അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട് ഓഫ് ആൻ എഞ്ചിനീയേഴ്സ് സ്റ്റീൽ റൂൾ ഇൻ മെട്രിക് യൂണിറ്റ്? ഒരു മെട്രിക് സ്റ്റീൽ റൂളിൻ്റെ ആക്യുറസി അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? ഓപ്ഷൻ എ 1 mm, ഓപ്ഷൻ ബി 0.5 mm, ഓപ്ഷൻ സി 0.05 mm, ഓപ്ഷൻ ഡി 0.02 mm. നമുക്കറിയാം, നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചതാണ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി 0.5 mm ആണ്. അതായത് മെട്രിക് സ്റ്റീൽ റൂളിൻ്റെ ഏറ്റവും ചെറിയ അളവ് അല്ലെങ്കിൽ അതിൻ്റെ റീഡിംഗ് ആക്യുറസിയാണ് ഈ 0.5 mm എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12. വാട്ട് ഈസ് ദ റീഡിംഗ് ആക്യുറസി ഓഫ് സ്റ്റീൽ റൂൾ ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇമ്പീരിയൽ സിസ്റ്റം? ഇംഗ്ലീഷ് മെഷറിൽ സ്റ്റീൽ റൂളിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? ഓപ്ഷൻ എ 1/16 ഇഞ്ച്, ഓപ്ഷൻ ബി 1/32 ഇഞ്ച്, ഓപ്ഷൻ സി 1/64 ഇഞ്ച്, ഓപ്ഷൻ ഡി 1/100 ഇഞ്ച്. നമ്മൾ ഇതും പഠിച്ചതായിരുന്നു. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി 1/64 ഇഞ്ചാണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഇംഗ്ലീഷ് സിസ്റ്റം. ഓക്കെ, ഇംഗ്ലീഷ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പീരിയൽ അല്ലെങ്കിൽ ഇഞ്ച് ഫീറ്റൊക്കെ നമ്മൾ പറയുന്നത് ഇംഗ്ലീഷ് സിസ്റ്റം എന്നാണ്. ഓക്കെ, ഈ മെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mm, മീറ്റർ, സെൻറ്റിമീറ്റർ ഒക്കെ വരുന്നത് മെട്രിക് സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ഈ ഇംഗ്ലീഷ് സിസ്റ്റത്തിൽ സ്റ്റീൽ റൂളിൻ്റെ റീഡിംഗ് ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/64 ഇഞ്ചാണ്. എത്രയാണ്? 1/64 ഇഞ്ചാണ്. നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ 1/60 എന്നൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഓർമ്മയിലിരിക്കുക 1/64 ഇഞ്ചാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13. വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് സ്റ്റീൽ റൂൾസ്? അപ്പോൾ സ്റ്റീൽ റൂൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഹൈ സ്പീഡ് സ്റ്റീൽ, ഓപ്ഷൻ ബി കാസ്റ്റ് അയൺ, ഓപ്ഷൻ സി സ്പ്രിംഗ് സ്റ്റീൽ ഓർ സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഓപ്ഷൻ ഡി മൈൽഡ് സ്റ്റീൽ. നമുക്കറിയാം എൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി സ്പ്രിംഗ് സ്റ്റീൽ ഓർ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പോൾ സ്റ്റീൽ റൂള് ഫ്ലെക്സിബിൾ ആക്കാനും തുരുമ്പെടുക്കാതിരിക്കാനും സ്പ്രിംഗ് സ്റ്റീൽ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 14. വിച്ച് എറർ ഒക്കർ വൈൽ റീഡിംഗ് എ സ്റ്റീൽ റൂൾ ഇഫ് ദ ഐ ലൈൻ ഓഫ് സൈറ്റ് ഈസ് നോട്ട് പെർപെൻഡിക്കുലർ? അതായത് സ്റ്റീൽ റൂൾ നോക്കുമ്പോൾ സൈറ്റ് ലൈന് കുത്തനെ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന എറർ ഏതാണ്? ഓപ്ഷൻ എ 0 എറർ, ഓപ്ഷൻ ബി പാരലൽസ് എറർ, ഓപ്ഷൻ സി കൊസൈൻ എറർ, ഓപ്ഷൻ ഡി ബാക്ക്ലാഷ് എറർ. നമുക്കറിയാം കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ പാരലൽസ് എറർ ആണ്.
സ്റ്റീർ റൂളിനെ കുത്തനെ അല്ലെങ്കിൽ വെർട്ടിക്കലി നോക്കാതിരുന്നാൽ പാരലൽസ് എറർ സംഭവിക്കും. അടുത്തായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 15. വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റീർ റൂൾ ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഡെപ്ത് ഓഫ് കീവേസ് ആൻഡ് നാരോ സ്ലോട്ട്സ്? കീവേ, നാരോ സ്ലോട്ട്സ് എന്നിവയുടെ ഡെപ്ത് അളക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീർ റൂൾ ഏതാണ്? ഓപ്ഷൻ എ ഫ്ലെക്സിബിൾ സ്റ്റീർ റൂൾ, ഓപ്ഷൻ ബി നാരോ സ്റ്റീർ റൂൾ, ഓപ്ഷൻ സി ഷോർട്ട് സ്റ്റീർ റൂൾ, ഓപ്ഷൻ ഡി കുക്ക് റൂൾ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി നാരോ സ്റ്റീർ റൂളാണ്. നാരോ സ്റ്റീർ റൂളിൻ്റെ വീതി 5 mm മാത്രമായതിനാൽ ചെറിയ കീവേസ്, ബ്ലൈൻഡ് ഹോൾസ് എന്നിവയുടെ ആഴം അളക്കാൻ സാധിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16. വിച്ച് സ്റ്റീർ റൂൾ സെറ്റ് വിത്ത് എ ഹോൾഡർ ഈസ് യൂസ്ഡ് ഫോർ മെഷർമെൻറ്റ്സ് ഇൻ കൺഫൈൻഡ് ആൻഡ് ഹാർഡ് ടു റീച്ച് ലൊക്കേഷൻസ്? സാധാരണ സ്റ്റീർ എത്താത്ത ചെറിയ സ്ഥലങ്ങളിൽ അളവെടുക്കാൻ ഹോൾഡർ ഒപ്പമുള്ള റൂൾ ഏതാണ്? ഓപ്ഷൻ എ ഷോർട്ട് സ്റ്റീർ റൂൾ, ഓപ്ഷൻ ബി നാരോ സ്റ്റീർ റൂൾ, ഓപ്ഷൻ സി ഫ്ലെക്സിബിൾ റൂള്, ഓപ്ഷൻ ഡി സ്റ്റീർ റൂൾ വിത്ത് ടേപ്പേഡ് എൻഡ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ഷോർട്ട് സ്റ്റീർ റൂളാണ്. 5 ചെറിയ റൂളുകളും ഒരു ഹോൾഡറും അടങ്ങിയ ഷോർട്ട് സ്റ്റീർ റൂള് കൺഫൈൻഡ് അല്ലെങ്കിൽ ഹാർഡ് ടു റീച്ച് സ്ഥലങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. അടുത്തായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 17. വിച്ച് സ്റ്റീർ റൂൾ ഹാസ് എ ടേപ്പർ ഫ്രം 1/2 inch width to 1/8 inch width for measuring small holes and recesses? ചെറിയ ഹോൾസും ഗ്രൂസും എന്നിവ അളക്കാൻ 1/2 ഇഞ്ചിൽ നിന്നും 1/8 ഇഞ്ചിലേക്ക് ടേപ്പറായ റൂൾ ഏതാണ്? ഓപ്ഷൻ എ ഷോർട്ട് റൂൾ, ഓപ്ഷൻ ബി കുക്ക് റൂൾ, ഓപ്ഷൻ സി സ്റ്റീർ റൂൾ വിത്ത് ടേപ്പേഡ് എൻഡ്, ഓപ്ഷൻ ഡി നാരോ റൂൾ. കറക്റ്റ് ആൻസർ സി, ഓപ്ഷൻ സി സ്റ്റീർ റൂൾ വിത്ത് ടേപ്പേഡ് എൻഡ് ആണ്. അതായത് സ്റ്റീർ റൂൾ വിത്ത് ടേപ്പേഡ് എൻഡ് ചെറിയ ഹോൾസ് അല്ലെങ്കിൽ നാരോ സ്ലോട്ട്സ് എന്നിവയുടെ ഇൻറ്റേർണൽ സൈസ് അളക്കാൻ വളരെ അനുയോജ്യമായ ഒരു റൂളാണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 18. 1 inch is equal to how many millimeters in metric conversion? 1 ഇഞ്ച് എന്നാൽ എത്ര മില്ലിമീറ്റേഴ്സ് ആണ്? ഓപ്ഷൻ എ 2.54 mm, ഓപ്ഷൻ ബി 25.4 mm, ഓപ്ഷൻ സി 254 mm, ഓപ്ഷൻ ഡി 0.254 mm. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി 25.4 mm ആണ്. അതായത് നമുക്ക് 1 ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25.4 mm ആണ്. അല്ലെങ്കിൽ നമുക്ക് സെൻറ്റിമീറ്ററിൽ പറയുകയാണെങ്കിൽ എത്രയാണ്? 2.54 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റീർ റൂൾ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഇനി അടുത്തതായിട്ട് ടോപ്പിക്ക് 3 കടക്കാൻ പോകുന്നത്, അതായത് സ്ക്രൈബർ. അപ്പോൾ എന്താണ് സ്ക്രൈബർ? സ്ക്രൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹാൻഡ് ടൂളാണ്. ഇത് വർക്ക് പീസുകളിൽ അളവുകൾ രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ ലൈനുകൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സ്ക്രൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത്, ഇത് PSCക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ക്രൈബറിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹൈ കാർബൺ സ്റ്റീലാണ്. ഇത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ആൻഡ് ഹോൺഡ് ആണ്. ഇനി ഇതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പെൻസിലായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഇൻക്ലിനേഷൻ ഏകദേശം ഒരു 60 ഡിഗ്രി ചരിവിലാണ് നമ്മളിത് പിടിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്ലെയിൻ സ്ക്രൈബർ. ഓക്കെ, പ്ലെയിൻ സ്ക്രൈബർ ഉണ്ട്. പിന്നെ സ്ട്രെയിറ്റ്, അതോടൊപ്പം തന്നെ ഇതിന് സ്ട്രെയിറ്റ് പോയിന്റ് ഉള്ളതുണ്ട്, ബെൻഡ് പോയിന്റ് ഉള്ളതുണ്ട്. അപ്പോൾ ഈ പ്ലെയിൻ സ്ക്രൈബർ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എൻഡ് സ്ട്രെയിറ്റ് പോയിന്റും അതർ എൻഡ് ബെൻഡുമാണ്. ഓക്കെ,
പിന്നെ അവിടെ ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്ട്രെയിറ്റ് പോയിന്റും പെൻ പോയിന്റും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ വർക്കിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 ഡിഗ്രിയിൽ ആണ് നമ്മൾ കയ്യിലത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത്. അത് സർഫസിൽ നിന്ന് 60 ഡിഗ്രി. ദെൻ നമുക്കത് ആപ്ലിക്കേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. സ്ക്രൈബിങ് സ്ട്രെയിറ്റ് ലൈൻസ് ആണ്, മാർക്കിംഗ് ആർക്സ് ആൻഡ് സർക്കിൾസ് ആണ്, മാർക്കിംഗ് പോയിന്റ്സ് ആൻഡ് ലേഔട്ട് ലൈൻസ് ആണ്, ട്രാൻസ്ഫറിങ് മെഷർമെൻറ്റ്സ് ഉണ്ട്, യൂസ്ഡ് ഓൺ വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ്, മെറ്റൽസ്, വുഡ്, പ്ലാസ്റ്റിക്, ഇവിടെയൊക്കെ നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19. നമ്മളിപ്പോൾ പഠിച്ച സ്ക്രൈബറിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നോക്കാം. വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ടു മാനുഫാക്ചർ സ്ക്രൈബർ? ഇപ്പോൾ സ്ക്രൈബർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മൈൽഡ് സ്റ്റീൽ, ഓപ്ഷൻ ബി കാസ്റ്റ് അയൺ, ഓപ്ഷൻ സി ഹൈ കാർബൺ സ്റ്റീൽ, ഓപ്ഷൻ ഡി അലൂമിനിയം. പിന്നെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ കാർബൺ സ്റ്റീലാണ്. നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്ക്രൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് തേയ്മാനം വരാൻ ചാൻസ് ഉള്ളൊരു ടൂളാണ് സ്ക്രൈബർ. നമ്മളിത് പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ നോർമലി പെൻസിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പെൻസിലിങ്ങനെ അതിൻ്റെ ലെഡ് തീർന്നു പോകുന്നത് പോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ സ്ക്രൈബറിനും ഒരു തേയ്മാനം അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തേയ്മാനം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കണം നമ്മളവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഹൈ കാർബൺ, നല്ല കാർബൺ കണ്ടന്റ് ഉള്ള ഒരു സ്റ്റീലായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതാണ് ഹൈ കാർബൺ സ്റ്റീലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ മെറ്റൽ സർഫസിൽ വീഴാതെ വർക്ക് ചെയ്യാൻ സ്ക്രൈബർ ഹൈ കാർബൺ സ്റ്റീൽ ഉപയോഗിച്ചുണ്ടാക്കിയ ഹാർഡൻ ആൻഡ് ടെമ്പേർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ്. വാട്ട് ഈസ് ദ ഗ്രൗണ്ട് പോയിന്റ് ആംഗിൾ ഓഫ് എ സ്ക്രൈബർ ടിപ്പ്? ഇപ്പോൾ സ്ക്രൈബറിൻ്റെ പോയിന്റ് ടിപ്പ് ഗ്രൈൻഡ് ചെയ്തിരിക്കുന്നത് ആംഗിൾ എത്രയാണ്? അപ്പോൾ 12 ഡിഗ്രി ടു 50 ഡിഗ്രി ആണോ, ഓപ്ഷൻ ബി 30 ഡിഗ്രി ആണോ, ഓപ്ഷൻ സി 60 ഡിഗ്രി ആണോ, ഓപ്ഷൻ ഡി 90 ഡിഗ്രി ആണോ? അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ 12 ഡിഗ്രി ടു 50 ഡിഗ്രിയാണ്. 15 ഡിഗ്രി വരെയാണ്. 12 ഡിഗ്രി ടു 15 ഡിഗ്രി വരെയാണ് വരുന്നത്. അപ്പോൾ സ്ക്രൈബർ പോയിന്റ് 12 ഡിഗ്രി മുതൽ 15 ഡിഗ്രി വരെയുള്ള കൂർത്ത ആംഗിളിലാണ് അത് ഗ്രൈൻഡ് ചെയ്ത് മൂർച്ച കൂട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 21. വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് എ സ്ക്രൈബർ വിത്ത് എ സ്റ്റീൽ റൂൾ വൈൽ സ്ക്രൈബിംഗ് ലൈൻസ്? ലൈൻസ് വരയ്ക്കുമ്പോൾ സ്ക്രൈബർ പിടിക്കേണ്ട ഇൻക്ലിനേഷൻ ആംഗിൾ എത്രയാണ്? ഓപ്ഷൻ എ 50 ഡിഗ്രി ടു 20 ഡിഗ്രി, ഓപ്ഷൻ ബി 30 ഡിഗ്രി ടു 35 ഡിഗ്രി, ഓപ്ഷൻ സി 60 ഡിഗ്രി, ഓപ്ഷൻ ഡി 90 ഡിഗ്രി. നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചതാണ്. ഓപ്ഷൻ സി 60 ഡിഗ്രിയാണ്. അതായത് സ്റ്റീൽ റൂളിനോട് ചേർത്ത് കൃത്യമായ ലൈൻ വരയ്ക്കാൻ സ്ക്രൈബർ 60 ഡിഗ്രി ഇൻക്ലിനേഷൻ ആംഗിളിലാണ് പിടിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 22. വാട്ട് സേഫ്റ്റി പ്രിക്കോഷൻസ് ഷുഡ് ബി ടേക്കൺ ഫോർ എ സ്ക്രൈബർ വെൻ നോട്ട് ഇൻ യൂസ്? സ്ക്രൈബർ ഉപയോഗിക്കാത്ത സമയത്ത് അപകടം ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? അതായത് ഓപ്ഷൻ എ കീപ്പ് ഇൻ പോക്കറ്റ്, ഓപ്ഷൻ ബി പ്ലേസ് എ കോർക്ക് ഓൺ ദ പോയിന്റ്, ഓപ്ഷൻ സി ഡിപ്പ് ഇൻ വാട്ടർ, ഓപ്ഷൻ ഡി ബെൻഡ് ദ പോയിന്റ്. പിന്നെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ് എ കോർക്ക് ഓൺ ദ പോയിന്റ്. അതായത് നമ്മൾ എപ്പോഴാണ് നമ്മൾ സ്ക്രൈബർ ഉപയോഗിക്കാതിരിക്കുന്നത് ആ സമയത്ത് സ്ക്രൈബറിൻ്റെ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂർത്ത് നിൽക്കുന്ന ഒരു എൻഡാണ്. അപ്പം അതുമൂലം അപകടങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ സ്ക്രൈബർ പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു കൂർത്ത പോയിന്റിൽ ഒരു കോർക്ക് കുത്തിവെക്കണം. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 23. വിച്ച് ഹാൻഡ് ടൂൾ ഈസ് യൂസ്ഡ് ലൈക്ക് എ പെൻസിൽ ടു സ്ക്രൈബ് ലേഔട്ട് ലൈൻസ് ഓൺ വർക്ക് പീസ്? അപ്പോൾ മെറ്റലിൽ വരകൾ വരയ്ക്കാൻ പെൻസിൽ പോലെ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? മെറ്റലിൽ വരകൾ വരയ്ക്കാൻ പെൻസിൽ പോലെ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? ഓപ്ഷൻ എ സ്ക്രൈബർ, ഓപ്ഷൻ ബി സെൻറ്റർ പഞ്ച്, ഓപ്ഷൻ സി ചിസൽ, ഓപ്ഷൻ ഡി ഡ്രിഫ്റ്റ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ സ്ക്രൈബറാണ്. അപ്പോൾ ലേഔട്ട് വർക്ക് ചെയ്യുമ്പോൾ
ഡയമെൻഷൻസ് അടയാളപ്പെടുത്താൻ സ്ക്രൈബറാണ് ഉപയോഗിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 24. വിച്ച് സ്ക്രൈബർ ഹാസ് 1 സ്ട്രെയിറ്റ് പോയിന്റ് ആൻഡ് 1 പോയിന്റ് ബെൻഡ് അറ്റ് 90 ഡിഗ്രി? ഒരറ്റം സ്ട്രെയിറ്റും മറു അറ്റം 90 ഡിഗ്രി വളഞ്ഞതുമായ സ്ക്രൈബർ ഏതാണ്? ഓപ്ഷൻ എ പ്ലെയിൻ സ്ക്രൈബർ, ഓപ്ഷൻ ബി ബെൻഡ് സ്ക്രൈബർ, ഓപ്ഷൻ സി ഓഫ്സെറ്റ് സ്ക്രൈബർ, ഓപ്ഷൻ ഡി നൈഫ് സ്ക്രൈബർ. അതായത് ഓപ്ഷൻ ബി ബെൻഡ് സ്ക്രൈബറാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ബെൻഡ് സ്ക്രൈബറിൻ്റെ ഒരറ്റം 90 ഡിഗ്രി വളഞ്ഞിരിക്കും. ഇത് ഉള്ളിലെ ഭാഗങ്ങളിൽ വരയ്ക്കാൻ സഹായിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 25. വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് മെത്തേഡ് ടു ഫ്രീക്വൻറ്റ്ലി ഷാർപ്പൺ എ സ്ക്രൈബർ പോയിന്റ്? സ്ക്രൈബർ പോയിന്റ് മൂർച്ച കൂട്ടാൻ ഏറ്റവും അനുയോജ്യമായ മാർഗം ഏതാണ്? ഓപ്ഷൻ എ ഗ്രൈൻഡിംഗ് വീൽ, ഓപ്ഷൻ ബി ഹോണിംഗ് വിത്ത് ഓയിൽ സ്റ്റോൺ, ഓപ്ഷൻ സി ഫൈലിംഗ് വിത്ത് സ്മൂത്ത് ഫയൽ, ഓപ്ഷൻ ഡി ഹാമറിംഗ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ഹോണിംഗ് വിത്ത് ഓയിൽ സ്റ്റോൺ ആണ്. അത് ഗ്രൈൻഡിങ് ചെയ്താൽ പോയിന്റ് സോഫ്റ്റ് ആകാൻ സാധ്യതയുള്ളതിനാൽ ഫ്രീക്വൻറ്റ് ഷാർപ്പനിങ്ങിന് ഓയിൽ സ്റ്റോൺ ഹോണിംഗ് ആണ് ഉചിതമായിട്ട് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 26 വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ഫോർ സ്ക്രൈബിംഗ് സർക്കിൾസ്, ആർക്ക് ആൻഡ് സ്റ്റെപ്പിംഗ് ഓഫ് ഡിസ്റ്റൻസ്? സർക്കിൾസ്, ആർക്ക് വരയ്ക്കാനും ഡിസ്റ്റൻസ് ട്രാൻസ്ഫർ ചെയ്യാനും ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? ഓപ്ഷൻ എ സ്ക്രൈബർ, ഓപ്ഷൻ ബി ഡിവൈഡർ, ഓപ്ഷൻ സി ട്രാമൽ, ഓപ്ഷൻ ഡി കാലിപ്പർ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ഡിവൈഡർ ആണ്. ഓക്കെ, അപ്പോൾ ഡിവൈഡറാണ് മെറ്റൽ സർഫസിൽ വട്ടങ്ങളും ആർക്കുകളൊക്കെ വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡിവൈഡറിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഡിവൈഡർ നമ്മളിപ്പോൾ പറഞ്ഞു, നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു? ഡിവൈഡറിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഡിവൈഡർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഫോർ സ്ക്രൈബിംഗ് സർക്കിൾസ്, ആർക്സ്, അതുപോലെ തന്നെ ട്രാൻസ്ഫറിങ് ഡയമെൻഷൻസ് ആൻഡ് സ്റ്റെപ്പിംഗ് ഓഫ് ഡിസ്റ്റൻസ്. അപ്പോൾ അളവുകൾ, വൃത്തങ്ങൾ വരയ്ക്കാനും ആർക്കുകൾ വരയ്ക്കാനും അതോടൊപ്പം തന്നെ അളവുകൾ കൈമാറാനും ഒക്കെയാണ് നമ്മൾ ഡിവൈഡർ ഉപയോഗിക്കുന്നത്. ഇനി ഡിവൈഡറിൻ്റെ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിം ജോയിൻറ്റ് ഡിവൈഡർ ഉണ്ട്, സ്പ്രിംഗ് ജോയിൻറ്റ് ഡിവൈഡർ ഉണ്ട്. ഈ ഫെയിം ജോയിൻറ്റ് ഡിവൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ആ ലെഗ് എങ്ങനെയാണ് ഹെൽഡ് ചെയ്തിരിക്കുന്നത്? അത് നമ്മളൊരു സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ പൊസിഷൻസ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇത് നമ്മളൊരു ആക്യുറേറ്റ് വർക്ക് ആണ്. വേറെ സെറ്റിങ്സ് ഈസ് നോട്ട് ചേഞ്ച് ഫ്രീക്വൻറ്റ്ലി. നമ്മൾ പെട്ടെന്ന് അതിൻ്റെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാത്ത സിറ്റുവേഷനിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് സ്പ്രിംഗ് ജോയിൻറ്റ് ഡിവൈഡർ. ഇതിൻ്റെ ലെഗ് ഹെൽഡ് ചെയ്തിരിക്കുന്നത് ഒരു സ്പ്രിംഗ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സിനും അതുപോലെ തന്നെ ട്രാൻസ്ഫറിങ് മെഷർമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഇത് സ്പ്രിംഗ് ജോയിൻറ്റ് ഡിവൈഡർ ഉപയോഗിക്കാം. ഇനി അതിൻ്റെ സൈസ്, അതിൻ്റെ വലിപ്പം നിർണ്ണയിക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈസ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ആ ഒരു ഫിഗർ നോക്കി, സൈസ് ഓഫ് ഡിവൈഡർ ഈസ് സ്പെസിഫൈഡ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ടു ദ, ആ ലെഗിൻ്റെ ആ എൻ പോയിന്റ് ആണ് ഉദ്ദേശിക്കുന്നത്, പോയിന്റ് ടു ദ സെൻറ്റർ ഓഫ് ദ ഫൾക്രം റോളർ അല്ലെങ്കിൽ പിവട്ട്. ആ ഫൾക്രം റോളറിൻ്റെ ആ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അതാണ് അതിൻ്റെ സൈസ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് കോമൺലി 50 mm മുതൽ 200 mm വരെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ പോയിന്റ് സീറ്റിംഗ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ ഡിവൈഡർ പോയിന്റുകൾ കൃത്യമായി എടുത്താൽ നമ്മൾ 30 ഡിഗ്രി പ്രിക് പഞ്ച് മാർക്കുകൾ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിവൈഡർ കറക്റ്റായിട്ട് നിർത്താൻ വേണ്ടി നമ്മൾ 30 ഡിഗ്രി പ്രിക് പഞ്ച് മാർക്കാണ് ഉപയോഗിക്കുന്നത്. അത് എന്തിനാണ്? ടു പ്രിവെൻറ്റ് സ്ലിപ്പിംഗ് ആൻഡ് ടു ഗെറ്റ് ട്രൂ സർക്കിൾ ഓർ ആർക്സ്. ഓക്കെ, ദെൻ അവിടെ നമുക്ക് പിക്ചറിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ കറക്റ്റ് സീറ്റിംഗ് ഓഫ് ഡിവൈഡർ പോയിന്റ്സ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിവൈഡർ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 27. ഹൗ ഈസ് ദ
ഹൗ ഈസ് ദ സൈസ് ഓഫ് എ ഡിവൈഡർ സ്പെസിഫൈഡ്? ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡിവൈഡറിൻ്റെ സൈസ് എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്? ഓപ്ഷൻ എ ടോട്ടൽ ലെങ്ത് ഓഫ് ലെഗ്, ഓപ്ഷൻ ബി ഡിസ്റ്റൻസ് ഫ്രം പോയിന്റ് ടു സെൻറ്റർ ഓഫ് ഫൾക്രം റോളർ, ഓപ്ഷൻ സി മാക്സിമം ഓപ്പണിംഗ് കപ്പാസിറ്റി, ഓപ്ഷൻ ഡി വെയിറ്റ് ഓഫ് ഡിവൈഡർ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഡിസ്റ്റൻസ് ഫ്രം പോയിന്റ് ടു സെൻറ്റർ ഓഫ് ഫൾക്രം റോളറാണ്. അപ്പോൾ എൻ്റെ ഡിവൈഡർ നമ്മൾ നേരത്തെ ഫിഗർ കണ്ടതായിരുന്നു. ഡിവൈഡർ പോയിന്റ് മുതൽ ഫൾക്രം റോളറിൻ്റെ അല്ലെങ്കിൽ പിവറ്റിൻ്റെ സെൻറ്റർ വരെയുള്ള അകലമാണ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 28. വാട്ട് പഞ്ച് മാർക്ക് ആംഗിൾ ഈസ് യൂസ്ഡ് ഫോർ കറക്റ്റ് സീറ്റിംഗ് ഓഫ് ഡിവൈഡർ പോയിൻറ്റ്സ്? ഡിവൈഡർ പോയിൻ്റ് കൃത്യമായി സീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പഞ്ച് മാർക്ക് ആംഗിൾ എത്രയാണ്? ഓപ്ഷൻ എ 30 ഡിഗ്രി, ഓപ്ഷൻ ബി 60 ഡിഗ്രി, ഓപ്ഷൻ സി 90 ഡിഗ്രി, ഓപ്ഷൻ ഡി 120 ഡിഗ്രി. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ 30 ഡിഗ്രിയാണ്. അതായത് പ്രിക് പഞ്ച് 30 ഡിഗ്രി ഉപയോഗിച്ചാണ് ഡിവൈഡർ പോയിൻ്റ് സീറ്റ് ചെയ്യാനുള്ള ലൈറ്റ് പഞ്ച് മാർക്ക് ഉണ്ടാക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 29. വാട്ട് ആർ ദ 2 കോമൺ കൺസ്ട്രക്ഷൻ ടൈപ്പ് ഓഫ് ജോയിൻറ്റ് ഇൻ ഡിവൈഡർ? ഡിവൈഡറിൽ ലഭ്യമായ പ്രധാന 2 തരം ജോയിൻറ്റുകൾ ഏവയാണ്? ഓപ്ഷൻ എ വെൽഡഡ് ആൻഡ് റിവെറ്റഡ്, ഓപ്ഷൻ ബി ഫേം ജോയിൻറ്റ് ആൻഡ് സ്പ്രിംഗ് ജോയിൻറ്റ്, ഓപ്ഷൻ സി ത്രെഡഡ് ആൻഡ് ബോൾട്ടഡ്, ഓപ്ഷൻ ഡി ഫിക്സഡ് ആൻഡ് സിവൈവൽ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ഫേം ജോയിൻ്റ് ആൻഡ് സ്പ്രിംഗ് ജോയിൻ്റ് ആണ്. അതായത് ഡിവൈഡറിൽ പ്രധാനമായും ഫേം ജോയിൻറ്റും സ്പ്രിംഗ് ജോയിൻറ്റും എന്നീ 2 തരത്തിലുണ്ട്. നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 30. വാട്ട് ഈസ് ദ ടിപ്പിക്കൽ സ്റ്റാൻഡേർഡ് സൈസ് റേഞ്ച് ഓഫ് ഡിവൈഡേഴ്സ് യൂസ്ഡ് ഇൻ ഫിറ്റിംഗ് ഷോപ്പ്? സാധാരണ വർക്ക്ഷോപ്പുകളിൽ ഉപയോഗിക്കുന്ന ഡിവൈഡറിൻ്റെ റീഡിംഗ് സൈസ് റേഞ്ച് എത്രയാണ്? ഇപ്പോൾ 10 mm, ഓപ്ഷൻ എ 10 mm ടു 50 mm, ഓപ്ഷൻ ബി 50 mm ടു 200 mm, ഓപ്ഷൻ സി 200 mm ടു 500 mm, ഓപ്ഷൻ ഡി 500 mm ടു 1000 mm. ഇത് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി 50 mm ടു 200 mm വരെയാണ്. അതായത് ഡിവൈഡറിൻ്റെ അളവുകൾ സാധാരണയായിട്ട് 50 mm മുതൽ 200 mm വരെയാണ് ലഭ്യമായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 31. വാട്ട് എസെൻഷ്യൽ ഫീച്ചർ മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ് റിഗാർഡിംഗ് ദ 2 ലെഗ്സ് ഓഫ് ഡിവൈഡർ? അതായത് ഡിവൈഡറിൻ്റെ 2 കാലുകൾ അല്ലെങ്കിൽ ലെഗുകളെ സംബന്ധിച്ച് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട കാര്യം എന്താണ്? ഓപ്ഷൻ എ 1 leg ഷോർട്ടർ, ഓപ്ഷൻ ബി ബോത്ത് ലെഗ്സ് ഈക്വൽ ലെങ്ത്, ഓപ്ഷൻ സി 1 leg ബെൻഡ് അറ്റ് 90 ഡിഗ്രി, ഓപ്ഷൻ ഡി 1 leg ഹെവി. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ബോത്ത് ലെഗ് ഈക്വൽ ലെങ്ത് ആയിരിക്കണം. അപ്പോൾ ഡിവൈഡറിൻ്റെ 2 ലെഗിൻ്റെയും ലെങ്ത് ഈക്വൽ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായി മാർക്കിങ്ങിനായി ഡിവൈഡറിൻ്റെ 2 കാലുകളും എപ്പോഴും തുല്യ നീളമുള്ളതായിരിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 32. വൈ ഷുഡ് ഡിവൈഡർ പോയിൻറ്റ്സ് നോട്ട് ബി ഷാർപ്പൻഡ് ബൈ ഗ്രൈൻഡിങ് ഓൺ എ ഗ്രൈൻഡിങ് വീൽ? അതായത് ഡിവൈഡർ പോയിൻ്റ് ഫ്രീ ആയി ഗ്രൈൻഡിങ് വീലിൽ മൂർച്ച കൂട്ടരുതെന്ന് പറയുന്നതിന് കാരണം എന്ത്? ഓപ്ഷൻ എ മേക്സ് point too long, option B grinding make point soft, option C increase weight, option D change the joint size. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ഗ്രൈൻഡിങ് മേക്സ് പോയിൻറ്റ് സോഫ്റ്റ്. അതായത് ഗ്രൈൻഡിങ് ചെയ്യുന്നത് ചൂട് ഉണ്ടാക്കിയ മെറ്റീരിയലിൻ്റെ ടെമ്പർ കളയുകയും പോയിൻ്റ് സോഫ്റ്റ് ആക്കുകയും ചെയ്യും. അടുത്തായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 33. വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് എലോങ് വിത്ത് എ സ്റ്റീൽ റൂൾ
ടു സ്റ്റെപ്പ് ഓഫ് ഈക്വൽ പിച്ച് ഡിസ്റ്റൻസ് അലോങ് എ ലൈൻ. അതായത് സ്റ്റീർ റൂളിനോടൊപ്പം ചേർത്ത് തുല്യ അകലങ്ങൾ മാർക്ക് ചെയ്യാൻ സ്റ്റെപ്പ് ഓഫ് സഹായിക്കുന്ന ടൂൾ ഏതാണ്? ഓപ്ഷൻ എ ഇൻസൈഡ് കാലിപ്പർ, ഓപ്ഷൻ ബി ഡിവൈഡർ, ഓപ്ഷൻ സി ജെന്നി കാലിപ്പർ, ഓപ്ഷൻ ഡി ട്രൈ സ്ക്വയർ. അത് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ഡിവൈഡർ ആണ്. അതായത് ഡിവൈഡർ ഉപയോഗിച്ച് കൃത്യമായ അകലങ്ങൾ സ്റ്റീർ റൂളിൽ നിന്നും എടുത്ത് തുല്യമായ സ്റ്റെപ്പ് ഓഫ് ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 5ാമത്തെ ടോപ്പിക്കായിട്ടുള്ള ഡേറ്റത്തിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഡേറ്റ് എന്താണ്? നമുക്ക് ആ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അതൊരു റെഫറൻസ് സർഫസ് ആണ്. അതോടൊപ്പം തന്നെ ലൈൻ ഓർ പോയിന്റ് ഫ്രം വിച്ച് മെഷർമെൻറ്റ്സ് ആൻഡ് ലേഔട്ട് ഡയമെൻഷൻസ് ആർ ടേക്കൺ. ഓക്കെ, അതായത് അളവുകൾ എടുക്കുന്നതിനായി പൊതുവായി നിശ്ചയിച്ചിരിക്കുന്ന ഒരു റെഫറൻസ് സർഫസ് അല്ലെങ്കിൽ ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു പോയിന്റ്, ഇതിനെയാണ് നമ്മൾ ഡേറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പല ടൈപ്പ് ഓഫ് ഡേറ്റ ഉണ്ട്. എഡ്ജ് ഡേറ്റ ഉണ്ട്, സെൻറ്റർ ലൈൻ ഡേറ്റ ഉണ്ട്. അപ്പം നമുക്ക് ആ എഡ്ജ് ഡേറ്റത്തിൻ്റെയൊക്കെ ആ ഫിഗറുകൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സെൻട്രൽ ലൈൻ ഡേറ്റം, ദെൻ ഈ നമുക്ക് ഈ സർഫസ് പ്ലേറ്റ്, മാർക്കിംഗ് ടേബിൾ, വി ബ്ലോക്ക്, പാരലൽ ബ്ലോക്ക്, ആംഗിൾ പ്ലേറ്റ്സ്, ഇതൊക്കെ എന്താണ്? ഡേറ്റം റെഫറൻസ് സർഫസുകളാണ്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വരും ടോപ്പിക്കുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 34. വാട്ട് ഈസ് ഡിഫൈൻഡ് ആസ് റെഫറൻസ് സർഫസ്, ലൈൻ ഓർ പോയിന്റ് ഫോർ ടേക്കിംഗ് മെഷർമെൻറ്റ്സ് ഡ്യൂറിങ് മാർക്കിംഗ്? മാർക്കിംഗ് ചെയ്യുമ്പോൾ അളവുകൾ എടുക്കാൻ ഉപയോഗിക്കുന്ന റെഫറൻസ് സർഫസ് അല്ലെങ്കിൽ ലൈന് എന്ത് പറയുന്നു? ഡേറ്റം, സെൻട്രൽ ലൈൻ, വിറ്റ്നസ് ലൈൻ, ആക്സിസ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡേറ്റമാണ്. അതായത് മെഷർമെൻറ്റ്സ് എടുക്കാനും മാർക്കിംഗ് ചെയ്യാനുമുള്ള കോമൺ റെഫറൻസ് ബേസിനെയാണ് ഡേറ്റം എന്ന് വിളിക്കുന്നത്. അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 35. ഹൗ മെനി ഡേറ്റം റെഫറൻസസ് ആർ റിക്വയർഡ് ഫോർ ആക്യുറേറ്റ്ലി പൊസിഷനിങ് എ പോയിന്റ് ഓൺ എ ഫ്ലാറ്റ് പ്ലെയിൻ? ഒരു പ്ലെയിനിൽ ഒരു പോയിന്റിൻ്റെ സ്ഥാനം കൃത്യമായി അടയാളപ്പെടുത്താൻ എത്ര ഡേറ്റം ആവശ്യമാണ്? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 2. ഒരു പോയിന്റ് കൃത്യമായി സ്ഥാനപ്പെടുത്താൻ അല്ലെങ്കിൽ പൊസിഷനിങ് ചെയ്യാൻ കുറഞ്ഞത് 2 ഡേറ്റം റെഫറൻസുകൾ ആവശ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 36. When measurements are taken from a finished straight edge of a workpiece, what is it called? വർക്ക്പീസിൻ്റെ ഒരു സ്ട്രെയിറ്റ് എഡ്ജിൽ നിന്ന് അളവുകൾ എടുക്കുമ്പോൾ ആ ഡേറ്റത്തെ എന്ത് വിളിക്കുന്നു? ഓപ്ഷൻ എ എഡ്ജ് ഡേറ്റം, ഓപ്ഷൻ ബി സെൻട്രൽ ലൈൻ ഡേറ്റം, ഓപ്ഷൻ സി പോയിന്റ് ഡേറ്റം, ഓപ്ഷൻ ഡി ആംഗുലർ ഡേറ്റം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ എഡ്ജ് ഡേറ്റം. അതായത് വർക്ക് പീസിൻ്റെ മെഷീൻ ചെയ്ത എഡ്ജിൽ നിന്ന് മാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എഡ്ജ് ഡേറ്റം എന്നാണ് വിളിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 37. ഫോർ സിമെട്രിക്കൽ ഷേപ്പ്ഡ് ഒബ്ജക്റ്റ് വിച്ച് ഡേറ്റം റെഫറൻസ് ഈസ് മോസ്റ്റ് കോമൺലി എസ്റ്റാബ്ലിഷ്ഡ്? സിമെട്രിക്കൽ രൂപമുള്ള സമാന രൂപമുള്ള ജോബുകൾക്ക് ഏത് തരം ഡേറ്റമാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ എഡ്ജ് ഡേറ്റം, ഓപ്ഷൻ ബി സെൻട്രൽ ലൈൻ ഡേറ്റം, ഓപ്ഷൻ സി കോർണർ ഡേറ്റം, ഓപ്ഷൻ ഡി ബോട്ടം ഡേറ്റം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി സെൻട്രൽ ലൈൻ ഡേറ്റമാണ്. അതായത് സിമെട്രിക്കൽ ജോബ്സ് മധ്യത്തിലൂടെ അല്ലെങ്കിൽ സെൻറ്ററിൽ കൂടെ പോകുന്ന സെൻട്രൽ ലൈൻ ആണ് ഡേറ്റമായി കണക്കാക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 38. വിച്ച് വർക്ക്ഷോപ്പ് എക്യുപ്മെൻറ്റ് ആക്ട് ആസ് എ ഫിസിക്കൽ റെഫറൻസ് ഡേറ്റം സർഫസ് ഫോർ ലേഔട്ട് വർക്ക്?
വർക്ക്ഷോപ്പിൽ ലേഔട്ട് വർക്കിന് ഫിസിക്കൽ ഡേറ്റം പ്ലെയിനായി പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ എ വി ബ്ലോക്ക്, ഓപ്ഷൻ ബി സർഫസ് പ്ലേറ്റ് ഓർ മാർക്കിംഗ് ടേബിൾ, ഓപ്ഷൻ സി സ്റ്റീർ റൂൾ, ഓപ്ഷൻ ഡി ഹാമർ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സർഫസ് പ്ലേറ്റ് ഓർ മാർക്കിംഗ് ടേബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് പ്ലേറ്റ് അല്ലെങ്കിൽ മാർക്കിംഗ് ഓഫ് ടേബിൾ എന്നിവ കൃത്യമായ ഫ്ലാറ്റ്നെസ് ഉള്ള പ്രതലമായതിനാൽ ഡേറ്റം പ്ലെയിനായി ഉപയോഗിക്കുന്നു. Why must the same datum references indicated in the drawing to be used for layout marking? ഡ്രോയിങ്ങിൽ നൽകിയിരിക്കുന്ന അതേ ഡേറ്റം ഉപയോഗിച്ച് തന്നെ മാർക്ക് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ത്? ഓപ്ഷൻ എ ടു പ്രിവെൻറ്റ് അക്യുമുലേറ്റഡ് ഡയമെൻഷനൽ ഇന്നാക്യുറസീസ്, ബി ഓപ്ഷൻ ടു സ്പീഡ് അപ്പ് വർക്ക്, ഓപ്ഷൻ സി ടു റെഡ്യൂസ് വെയ്റ്റ്, ഓപ്ഷൻ ഡി ടു സേവ് മാർക്കിംഗ് മീഡിയ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ടു പ്രിവെൻറ്റ് അക്യുമുലേറ്റഡ് ഡയമെൻഷണൽ ഇന്നാക്യുറസീസ്. അതായത് മറ്റ് എഡ്ജുകളിൽ നിന്ന് അളന്നാൽ അളവുകളിലെ തെറ്റുകൾ, അതായത് ഇന്നാക്യുറസീസ് കൂട്ടിച്ചേർക്കപ്പെടുന്നത് തടയാൻ ഒരു ഡേറ്റം ഉപയോഗിക്കണം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 40. Which surface plate grade is recommended for high precision tool room inspection work? വളരെ കൃത്യതയുള്ള ടൂൾ റൂം ഇൻസ്പെക്ഷൻ വർക്കിന് ഉപയോഗിക്കുന്ന സർഫസ് പ്ലേറ്റ് ഗ്രേഡ് ഏതാണ്? ഓപ്ഷൻ എ ഗ്രേഡ് 1, ഓപ്ഷൻ ബി ഗ്രേഡ് 2, ഓപ്ഷൻ സി ഗ്രേഡ് 3, ഓപ്ഷൻ ഡി ഗ്രേഡ് 4. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഗ്രേഡ് 1 ആണ്. അതായത് ഗ്രേഡ് 1 സർഫസ് പ്ലേറ്റ് ആണ് ഏറ്റവും ഉയർന്ന കൃത്യതയുള്ളതും അല്ലെങ്കിൽ പ്രിസിഷൻ അല്ലെങ്കിൽ ടൂൾ റൂം പണികൾക്ക് ഉപയോഗിക്കുന്നതും. ഇനി അടുത്തതായിട്ട് നമ്മൾ കാലിപ്പറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാലിപ്പറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താണ് കാലിപ്പർ? അതായത് ഈ സ്റ്റീർ റൂളിൽ നിന്നും വർക്ക് പീസിലേക്കും തിരിച്ച് അളവുകൾ മാറ്റിയെടുക്കാൻ ഉപയോഗിക്കുന്ന ഇൻഡയറക്റ്റ് മെഷറിംഗ് ടൂളാണ് കാലിപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാലിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് അവിടെ കിട്ടി, ഇൻഡയറക്റ്റ് മെഷറിംഗ് ടൂളാണ്. ഇത് എന്തിനു ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷർമെൻറ്റ്, അതായത് ട്രാൻസ്ഫറിങ് മെഷർമെൻറ്റ് ഫ്രം സ്റ്റീർ റൂൾ ടു എ ജോബ് ആൻഡ് അതോടൊപ്പം തന്നെ അത് തിരിച്ചും അങ്ങനെ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജോയിൻറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിം ജോയിൻറ്റും വരുന്നുണ്ട്, സ്പ്രിങ് ജോയിൻറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫെയിം ജോയിൻറ്റ് നമ്മൾ നേരത്തെ ഡിവൈഡർ പഠിച്ചതുപോലെ തന്നെയാണ്, അതിൻ്റെ സെയിം ടൈപ്പ് തന്നെയാണ് ഫെയിമും അതുപോലെ തന്നെ സ്പ്രിങ്ങും വരുന്നത്. പിന്നെ അടുത്തത് ലെഗ് വൈസ് ആയിട്ടുള്ള ടൈപ്പാണ്, അതായത് ഔട്ട്സൈഡ് കാലിപ്പർ, ഇൻസൈഡ് കാലിപ്പർ. അപ്പോൾ ഔട്ട്സൈഡ് കാലിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് ഫോർ മെഷറിങ് എക്സ്റ്റേണൽ ഡയമെൻഷൻസ് ആണ്. ജോബിൻ്റെ എക്സ്റ്റേണൽ ഡയമെൻഷൻസ് മെഷർ ചെയ്യാനാണ് ഔട്ട്സൈഡ് കാലിപ്പർ ഉപയോഗിക്കുന്നത്. ഇൻസൈഡ് കാലിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചറിൽ ചെറിയൊരു തെറ്റുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് ബെൻഡ് ചെയ്തിട്ടാണ് നിൽക്കേണ്ടത്, അതിൻ്റെ ലെഗ് പുറത്തേക്ക് ബെൻഡ് ചെയ്തിട്ടാണ് നിൽക്കേണ്ടത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് യൂസർ ഫോർ മെഷറിങ് ഇൻറ്റേർണൽ ഡയമെൻഷൻസ് ആണ്. ഇനി നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാലിപ്പറാണ്, ഇത് മിക്ക PSC എക്സാമിൽ കാണുന്നൊരു ക്വസ്റ്റ്യനാണ്. ജെന്നി കാലിപ്പർ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ പല പേരുകൾ ഉപയോഗിച്ച് വിളിക്കുന്നുണ്ട്. അതായത് ഹെർമോഫ്രോഡൈറ്റ്, അല്ലെങ്കിൽ ഓടി ലെഗ്, അല്ലെങ്കിൽ ലെഗ് ആൻഡ് പോയിന്റ് കാലിപ്പർ. അപ്പോൾ ഒരു ലെഗ് അകത്തേക്ക് വളഞ്ഞതും, അതായത് പെൻഡ് ലെഗ്, മറ്റേ ലെഗ് ക്രമീകരിക്കാവുന്ന പോയിന്റും ഉള്ളവയാണ്. ഇതാണ് ഈ ജെന്നി കാലിപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്ജുകൾക്ക് പാരലായിട്ട് വരകൾ വരയ്ക്കാനും റൗണ്ട് ബാറുകളുടെ സെൻറ്റർ കണ്ടെത്തുവാനാണ് നമ്മൾ ഈ പറഞ്ഞ ജെന്നി കാലിപ്പർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പല ടൈപ്പുകളുണ്ട്, അല്ലെങ്കിൽ വേരിയേഷൻസ് ഉണ്ട്. അതായത് ബെൻഡ് ലെഗ് ടൈപ്പ്, അതായത് ഇൻസൈഡ് എഡ്ജിലൂടെ വരയ്ക്കാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇനി ഹീൽ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് എഡ്ജിലൂടെ വരയ്ക്കാനാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഓക്കെ,
അപ്പോൾ അതിൻ്റെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 41. കാലിപ്പേഴ്സ് ആർ ക്ലാസിഫൈഡ് അണ്ടർ വിച്ച് കാറ്റഗറി ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്? കാലിപ്പർ ഏത് വിഭാഗത്തിൽപ്പെടുന്ന അളവെടുപ്പ് ഉപകരണമാണ്? ഓപ്ഷൻ എ ഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്, ഓപ്ഷൻ ബി ഇൻഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്, ഓപ്ഷൻ സി പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റ്, ഓപ്ഷൻ ഡി ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ഇൻഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ഈ കാലിപ്പർ ഉപയോഗിച്ച് അളവ് നേരിട്ട് വായിക്കാനാകില്ല, അല്ലെങ്കിൽ റീഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അളവ് സ്റ്റീൽ റൂളിലേക്ക് മാറ്റി നോക്കുന്നതിനാൽ ഇത് ഇൻഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 42. വിച്ച് കാലിപ്പർ ഈസ് യൂസ്ഡ് ഫോർ ടേക്കിംഗ് ഇൻറ്റേർണൽ മെഷർമെൻറ്റ്സ് ഓഫ് ഹോൾസ് ആൻഡ് സ്ലോട്ട്? ഹോൾസ്, സ്ലോട്ട് എന്നിവയുടെ ഇൻറ്റേർണൽ അളവുകൾ എടുക്കാൻ ഉപയോഗിക്കുന്ന കാലിപ്പർ ഏതാണ്? ഓപ്ഷൻ എ ഔട്ട്സൈഡ് കാലിപ്പർ, ഓപ്ഷൻ ബി ഇൻസൈഡ് കാലിപ്പർ, ഓപ്ഷൻ സി ജെന്നി കാലിപ്പർ, ഓപ്ഷൻ ഡി ഹെർമോഫ്രോഡൈറ്റ് കാലിപ്പർ. അപ്പോൾ ഇത് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈഡ് കാലിപ്പറാണ്. ഓക്കെ, അതായത് ഇൻസൈഡ് കാലിപ്പറിൻ്റെ പുറത്തേക്ക് വളഞ്ഞ ലെഗുകളാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ മെഷർമെൻറ്റ്സ് എടുക്കാനാണ് സഹായിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 43. വിച്ച് കാലിപ്പർ ഈസ് യൂസ്ഡ് ടു മെഷർ ദ എക്സ്റ്റേണൽ ഡയമീറ്റർ ഓഫ് റൗണ്ട് ബാർസ് ആൻഡ് തിക്നെസ്? ഈ സിലിണ്ട്രിക്കൽ ജോബിൻ്റെ എക്സ്റ്റേണൽ ഡയമീറ്റർ അളക്കാൻ ഉപയോഗിക്കുന്ന കാലിപ്പർ ഏതാണ്? ഓപ്ഷൻ എ ഔട്ട്സൈഡ് കാലിപ്പർ, ഓപ്ഷൻ ബി ഇൻസൈഡ് കാലിപ്പർ, ഓപ്ഷൻ സി ജെന്നി കാലിപ്പർ, ഓപ്ഷൻ ഡി വെർനിയർ ഹൈറ്റ് ഗേജ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ഔട്ട്സൈഡ് കാലിപ്പറാണ്. ഔട്ട്സൈഡ് കാലിപ്പറിൻ്റെ ഉള്ളിലേക്ക് വളഞ്ഞ കാലുകൾ അല്ലെങ്കിൽ വളഞ്ഞ ലെഗുകൾ എക്സ്റ്റേണൽ ഡയമെൻഷൻ എടുക്കാനാണ് സഹായിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 44. വാട്ട് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് സ്പ്രിംഗ് ജോയിൻറ്റ് കാലിപ്പർ ഓവർ ഫേം ജോയിൻറ്റ് കാലിപ്പർ? ഫേം ജോയിൻറ്റ് കാലിപ്പറിനേക്കാൾ സ്പ്രിംഗ് ജോയിൻറ്റ് കാലിപ്പറിനുള്ള പ്രധാന മേന്മ ഏതാണ്? ഓപ്ഷൻ എ ലോവർ കോസ്റ്റ്, ഓപ്ഷൻ ബി ക്വിക്ക് സെറ്റിംഗ് വിത്ത് അഡ്ജസ്റ്റിംഗ് നട്ട്, ഓപ്ഷൻ സി ഹെവി വെയ്റ്റ്, ഓപ്ഷൻ ഡി മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ. അത് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ക്വിക്ക് സെറ്റിംഗ് വിത്ത് അഡ്ജസ്റ്റിംഗ് നട്ട്. ഓക്കെ, അതായത് സ്പ്രിംഗ് ജോയിൻറ്റ് കാലിപ്പർ അഡ്ജസ്റ്റ്മെൻറ്റ് നട്ട് ഉപയോഗിച്ച് വേഗത്തിലും കൃത്യമായി സെറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 45. ഹൗ ഈസ് ഫേം ജോയിൻറ്റ് കാലിപ്പർ അഡ്ജസ്റ്റഡ് ടു സ്മോളർ ഡയമെൻഷൻ സെറ്റിംഗ്സ്? ഫേം ജോയിൻറ്റ് കാലിപ്പറിൻ്റെ അളവുകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ അത് എവിടെ തട്ടുന്നു? ഓപ്ഷൻ എ ടേണിംഗ് എ സ്ക്രൂ, ഓപ്ഷൻ ബി ടാപ്പിംഗ് ദ ലെഗ് ലൈറ്റ്ലി ഓൺ വുഡൻ സർഫസ്, ഓപ്ഷൻ സി ഹീറ്റിംഗ് ദ ജോയിൻറ്റ്, ഓപ്ഷൻ ഡി ഹാമറിംഗ് ഹാർഡ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ടാപ്പിംഗ് ദ ലെഗ് ടൈറ്റ്ലിംഗ് ഓൺ വുഡൻ സർഫസ്. അപ്പോൾ ഫേം ജോയിൻറ്റ് കാലിപ്പറിൻ്റെ അളവ് അല്പം മാറ്റാൻ അതിൻ്റെ ലെഗ് ഒരു തടിയിൽ പതുക്കെ മുട്ടിക്കുന്നു. ഓക്കെ, അടുത്തായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 46. വിച്ച് കാലിപ്പർ ഈസ് യൂസ്ഡ് ടു മാർക്ക് ലൈൻസ് പാരലൽ ടു ദ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് എഡ്ജസ്? ഇൻസൈഡ് ഔട്ട്സൈഡ് എഡ്ജിന് പാരലായിട്ട് ലൈൻസ് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന കാലിപ്പർ ഏതാണ്? ഇൻസൈഡ് കാലിപ്പർ, ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ഔട്ട്സൈഡ് കാലിപ്പർ, ഓപ്ഷൻ സി ജെന്നി കാലിപ്പർ, ഓപ്ഷൻ ഡി സ്പ്രിംഗ് കാലിപ്പർ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെന്നി കാലിപ്പറാണ്. ജെന്നി കാലിപ്പർ ഉപയോഗിച്ചാണ് എഡ്ജസിന് തുല്യമായി പാരലൽ ലൈൻസ് വരയ്ക്കേണ്ടത്. അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 47. വാട്ട് ഈസ് അനദർ നെയിം ഫോർ ജെന്നി കാലിപ്പർ? ജെന്നി കാലിപ്പറിൻ്റെ മറ്റൊരു പേര് എന്താണ്? ഓപ്ഷൻ എ ഫേം ജോയിൻറ്റ് കാലിപ്പർ, ഓപ്ഷൻ ബി ഹെർമോഫ്രോഡൈറ്റ് കാലിപ്പർ, ഓപ്ഷൻ സി വെർനിയർ കാലിപ്പർ, ഓപ്ഷൻ ഡി ട്രാൻസ്ഫർ കാലിപ്പർ.
കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ഹെർമോഫ്രൊഡൈറ്റ് കാലിപ്പറാണ്. ജെന്നി കാലിപ്പറിൻ്റെ തന്നെ നമുക്ക് ഹെർമോഫ്രൊഡൈറ്റ് കാലിപ്പർ, ഓഡ് ലെഗ് കാലിപ്പർ, ലെഗ് ആൻഡ് പോയിന്റ് കാലിപ്പർ എന്ന് വിളിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 48. വിച്ച് ടൈപ്പ് ഓഫ് ജെന്നി കാലിപ്പർ ലെഗ് ഈസ് യൂസ്ഡ് ഫോർ സ്ക്രൈബിംഗ് പാരലൽ ലൈൻസ് അലോങ് ഔട്ടർ എഡ്ജസ്? ഔട്ടർ എഡ്ജസിന് സമാന്തരമായി വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ജെന്നി കാലിപ്പർ അറ്റം ഏത് രൂപത്തിലുള്ളതാണ്? ഓപ്ഷൻ എ ബെൻഡ് ലെഗ്, ഓപ്ഷൻ ബി ഹീൽ ടൈപ്പ് ലെഗ്, ഓപ്ഷൻ സി സ്ട്രെയിറ്റ് ലെഗ്, ഓപ്ഷൻ ഡി സ്പെറിക്കൽ ലെഗ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ഹീൽ ടൈപ്പ് ലെഗാണ്. അപ്പോൾ ഹീൽ ടൈപ്പ് ലെഗ് വർക്കിൻ്റെ പുറം അരികിലുള്ള അല്ലെങ്കിൽ ഔട്ടർ എഡ്ജിന് പിടിച്ച് സമാന്തര രേഖകൾ വരയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 49. വിച്ച് ടൈപ്പ് ഓഫ് ജെന്നി കാലിപ്പർ ലെഗ് ഈസ് യൂസ്ഡ് ഫോർ സ്ക്രൈബിംഗ് പാരലൽ ലൈൻസ് അലോങ് ഇൻസൈഡ് എഡ്ജസ്? ഇൻസൈഡ് എഡ്ജിന് സമാന്തരമായി വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ജെന്നി കാലിപ്പറിൻ്റെ അറ്റം ഏതാണ്? ഓപ്ഷൻ എ ബെൻഡ് ലെഗ്, ഓപ്ഷൻ ബി ഹീൽ ടൈപ്പ് ലെഗ്, ഓപ്ഷൻ സി ഫ്ലാറ്റ് ലെഗ്, ഓപ്ഷൻ ഡി പോയിന്റഡ് ലെഗ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ബെൻഡ് ലെഗ് ആണ്. അപ്പോൾ ബെൻഡ് ലെഗ് അല്ലെങ്കിൽ വളഞ്ഞ ലെഗ് ഇന്റേണൽ എഡ്ജുകളിൽ ലയിപ്പിച്ച് പാരലൽ ലൈനുകൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 50. ബിസൈഡ് ഡ്രോയിങ് പാരലൽ ലൈൻസ്, വാട്ട് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ് ജെന്നി കാലിപ്പർ? സമാന്തര വരകൾ വരയ്ക്കുന്നതിന് പുറമെ ജെന്നി കാലിപ്പറിൻ്റെ മറ്റൊരു ഉപയോഗം എന്താണ്? ഓപ്ഷൻ എ ഫൈൻഡിങ് സെൻറ്റർ ഓഫ് റൗണ്ട് ബാർ, ഓപ്ഷൻ ബി മെഷറിംഗ് ആംഗിൾസ്, ഓപ്ഷൻ സി ഡ്രില്ലിംഗ് ഹോൾസ്, ഓപ്ഷൻ ഡി ടെസ്റ്റിംഗ് സർഫസ് ഫ്ലാറ്റ്നെസ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ഫൈൻഡിങ് സെൻറ്റർ ഓഫ് റൗണ്ട് ബാർസ് ആണ്. അപ്പോൾ ഈ ഉരുണ്ട കമ്പികൾ അല്ലെങ്കിൽ റൗണ്ട് ബാറുകളുടെ സെൻറ്റർ കണ്ടെത്താനും ജെന്നി കാലിപ്പർ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ 7ാമത്തെ ടോപ്പിക്കായിട്ടുള്ള ടൈപ്സ് ഓഫ് മാർക്കിംഗ് പഞ്ചസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഈ മാർക്കിംഗ് പഞ്ചസ് മേഡ് ചെയ്തിരിക്കുന്നത് ഹൈ കാർബൺ സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ്. ഇത് ഹാർഡനും ഗ്രൗണ്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു യൂസ്ഡ് ടു മേക്ക് ലേഔട്ട് ഫീച്ചർ പെർമനൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ മാർക്കിംഗ് പഞ്ചസ് ഉപയോഗിക്കുന്നത്. പിന്നെ മാർക്കിംഗ് പഞ്ചുകളിൽ തന്നെ ഫസ്റ്റ് വരുന്നത് സെൻറ്റർ പഞ്ചാണ്. ഇപ്പോൾ സെൻറ്റർ പഞ്ചിൻ്റെ പോയിൻ്റ് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സെൻറ്റർ പഞ്ചിൻ്റെ പോയിൻ്റ് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇത് ഡ്രില്ലിംഗ് ആരംഭിക്കുന്നതിനുള്ള സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യാനും ഡ്രിൽ ബിറ്റിന് കൃത്യമായ സീറ്റിംഗ് നൽകാനും നമ്മൾ ഈ സെൻറ്റർ പഞ്ച് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് പ്രിക് പഞ്ചാണ്. പ്രിക് പഞ്ചിൻ്റെ പോയിൻ്റ് ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഇത് അതായത് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഡിവൈഡറുകൾ പോയിന്റുകൾ ഉറപ്പിച്ച് നിർത്താൻ ലൈറ്റ് പഞ്ച് മാർക്കുകൾ ഇടാനായിട്ടാണ് നമ്മൾ പ്രിക് പഞ്ച് ഉപയോഗിക്കുന്നത്. ഇനി ഡോട്ട് പഞ്ച്. ഡോട്ട് പഞ്ചിൻ്റെ പോയിൻ്റ് ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഇത് വിറ്റ്നസ് മാർക്കുകൾ അടയാളപ്പെടുത്താനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ ലെറ്റേഴ്സ് ആൻഡ് നമ്പർ പഞ്ചസ്. വർക്ക് പീസുകളിൽ അക്ഷരങ്ങളും അക്കങ്ങളും സ്റ്റാമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇവ റിവേഴ്സ് രൂപത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പഞ്ചുകൾ നമുക്ക് വരുന്നത്. അപ്പോൾ ആ പഞ്ചുകൾ ഏതിനാണ് ഡ്രില്ലിങ്ങിന് ഉപയോഗിക്കുന്നത്, ഏതാണ് ഡിവൈഡർ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ വിറ്റ്നസ് മാർക്ക് ഇത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തായിട്ട് ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 51. വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ടു മാനുഫാക്ചർ മാർക്കിംഗ് പഞ്ചസ്? മാർക്കിംഗ് പഞ്ചസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? ഓപ്ഷൻ എ മൈൽഡ് സ്റ്റീൽ, ഓപ്ഷൻ ബി ഹൈ കാർബൺ സ്റ്റീൽ, ഓപ്ഷൻ സി കാസ്റ്റ് അയൺ, ഓപ്ഷൻ ഡി ബ്രാസ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ കാർബൺ സ്റ്റീലാണ്. ഓക്കെ, അതായത് പഞ്ചസ് ഹാർഡായിട്ടുള്ള
ഹൈ കാർബൺ സ്റ്റീൽ ഉപയോഗിച്ച് നിർമ്മിച്ച ഹാർഡൻ ആൻഡ് ഗ്രൗണ്ട് ചെയ്യുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 52. വാട്ട് ഈസ് ദ പോയിന്റ് ആംഗിൾ ഓഫ് സെൻട്രൽ പഞ്ച്? സെൻട്രൽ പഞ്ചിൻ്റെ പോയിന്റ് ആംഗിൾ എത്രയാണ്? ഓപ്ഷൻ എ 30 ഡിഗ്രി, ഓപ്ഷൻ ബി 90 ഡിഗ്രി, ഓപ്ഷൻ ബി 60 ഡിഗ്രി, ഓപ്ഷൻ സി 90 ഡിഗ്രി, ഓപ്ഷൻ ഡി 120 ഡിഗ്രി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 90 ഡിഗ്രിയാണ്. അപ്പോൾ സെൻട്രൽ പഞ്ച് പോയിന്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 53. വാട്ട് ഈസ് ദ മെയിൻ ആപ്ലിക്കേഷൻ ഓഫ് എ 90 ഡിഗ്രി സെൻട്രൽ പഞ്ച്? 90 ഡിഗ്രി സെൻട്രൽ പഞ്ചിൻ്റെ പ്രധാന ഉപയോഗം എന്താണ്? ഓപ്ഷൻ എ പൊസിഷനിങ് ഡിവൈഡേഴ്സ്, ഓപ്ഷൻ ബി ലൊക്കേറ്റിംഗ് സെൻട്രൽ പോൾസ് ഫോർ ഡ്രില്ലിംഗ്, ഓപ്ഷൻ സി വിറ്റ്നസ് മാർക്സ് അലോങ് ലൈൻ, ഓപ്ഷൻ ഡി മെഷറിംഗ് ഡെപ്ത്. അപ്പോൾ എൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ലൊക്കേറ്റിംഗ് സെൻട്രൽ ഓഫ് ഹോൾസ് ഫോർ ഡ്രില്ലിംഗ്. ഓക്കെ, അപ്പോൾ ഡ്രിൽ ബിറ്റ് ചാടി പോകാതെ കൃത്യമായി സെൻറ്റർ ചെയ്ത് ഡ്രില്ലിംഗ് തുടങ്ങാൻ 90 ഡിഗ്രി സെൻട്രൽ പഞ്ചാണ് ഉപയോഗിക്കുന്നത്. അടുത്തായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 54. വാട്ട് ഈസ് ദ പോയിന്റ് ആംഗിൾ ഓഫ് പ്രിക് പഞ്ച് യൂസ്ഡ് ഫോർ പൊസിഷനിങ് ഡിവൈഡർ പോയിൻറ്റ്സ്? ഡിവൈഡർ പോയിൻറ്റ്സ് നിർത്താൻ ലൈറ്റ് മാർക്ക് ഉണ്ടാക്കുന്ന പ്രിക് പഞ്ച് ആംഗിൾ എത്രയാണ്? ഓപ്ഷൻ എ 30 ഡിഗ്രി, ഓപ്ഷൻ ബി 60 ഡിഗ്രി, ഓപ്ഷൻ സി 90 ഡിഗ്രി, ഓപ്ഷൻ ഡി 45 ഡിഗ്രി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 30 ഡിഗ്രി. അതായത് 30 ഡിഗ്രി പ്രിക് പഞ്ചാണ് ഡിവൈഡർ പോയിന്റുകൾ കൃത്യമായി വയ്ക്കാനുള്ള ചെറിയ അടയാളങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 55. വാട്ട് ഈസ് ദ പോയിന്റ് ആംഗിൾ ഓഫ് ഡോട്ട് പഞ്ച് യൂസ്ഡ് ഫോർ മേക്കിംഗ് വിറ്റ്നസ് മാർക്ക്? വിറ്റ്നസ് മാർക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഡോട്ട് പഞ്ച് പോയിന്റ് ആംഗിൾ എത്രയാണ്? ഓപ്ഷൻ എ 30 ഡിഗ്രി, ഓപ്ഷൻ ബി 60 ഡിഗ്രി, ഓപ്ഷൻ സി 90 ഡിഗ്രി, ഓപ്ഷൻ ഡി 120 ഡിഗ്രി. ഇവൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി 60 ഡിഗ്രിയാണ്. ഇനി ഇതിൻ്റെ 60 ഡിഗ്രി ഡോട്ട് പഞ്ച് അല്ലെങ്കിൽ പ്രിക് പഞ്ച് 60 ഡിഗ്രിയാണ് വരങ്ങൾ മാഞ്ഞു പോകാതിരിക്കാൻ വിറ്റ്നസ് മാർക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 56. വാട്ട് ആർ ദ പെർമനൻറ്റ് പഞ്ച് മാർക്സ് മെയ്ഡ് അലോങ് ലേഔട്ട് ലൈൻസ് ടു പ്രിവെൻറ്റ് ലോസ് ഓഫ് മാർക്കിംഗ് കോൾഡ്? മാർക്കിംഗ് ലൈനുകൾ മാഞ്ഞു പോയാലും തിരിച്ചറിയാൻ കഴിയുന്ന സ്ഥിരമായ പഞ്ച് മാർക്കുകൾ ഏവയാണ്? ഓപ്ഷൻ എ ഡേറ്റം മാർക്ക്, ഓപ്ഷൻ ബി വിറ്റ്നസ് മാർക്ക്, ഓപ്ഷൻ സി സെൻറ്റർ മാർക്ക്, ഓപ്ഷൻ ഡി പ്രൂഫ് മാർക്സ്. അപ്പോൾ ഓപ്ഷൻ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി വിറ്റ്നസ് മാർക്സ് ആണ്. ഹാൻഡിലിംഗ് മൂലം ലൈനുകൾ മാഞ്ഞാലും സൂചനയായി നൽകുന്ന പഞ്ച് മാർക്കുകളാണ് വിറ്റ്നസ് മാർക്സ് എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 57. വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് വെയ്റ്റ് ഓഫ് ആൻ എഞ്ചിനീയേഴ്സ് ഹാമർ യൂസ്ഡ് സ്പെസിഫിക്കലി ഫോർ മാർക്കിംഗ് പർപ്പസ്? മാർക്കിംഗ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന എഞ്ചിനീയേഴ്സ് ഹാമറിൻ്റെ സ്റ്റാൻഡേർഡ് ഭാരം എത്രയാണ്? ഓപ്ഷൻ എ 125 ഗ്രാം, ഓപ്ഷൻ ബി 250 ഗ്രാം, ഓപ്ഷൻ സി 500 ഗ്രാംസ്, ഓപ്ഷൻ ഡി 750 ഗ്രാംസ്. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 250 ഗ്രാം. മാർക്കിംഗ് പണികൾക്ക് ഉപയോഗിക്കുന്ന എഞ്ചിനീയേഴ്സ് ഹാമറിൻ്റെ ഭാരം 250 ഗ്രാമാണ്. വിച്ച് ഷേപ്പ് ഓഫ് ഹാമർ പീൻ ഈസ് യൂസ്ഡ് ഫോർ ജനറൽ റിവറ്റിംഗ് വർക്ക്? റിവറ്റിംഗ് ആവശ്യങ്ങൾക്ക് പ്രധാനമായി ഉപയോഗിക്കുന്ന ഹാമർ പീൻ ഏതാണ്? ഓപ്ഷൻ എ ബോൾ പിൻ, ഓപ്ഷൻ ബി ക്രോസ് പിൻ, ഓപ്ഷൻ സി സ്ട്രെയിറ്റ് പിൻ, ഓപ്ഷൻ ഡി ഡബിൾ ഫേസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ബോൾ പിൻ. അതായത് ബോൾ പിൻ ഹാമറാണ് വർക്ക്ഷോപ്പുകളിൽ റിവറ്റിംഗ് ജനറൽ ഫിറ്റിംഗ് പണികൾക്ക് ഉപയോഗിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 59. വിച്ച് ടൈപ്പ് ഓഫ് ഹാമർ പീൻ ഈസ് യൂസ്ഡ് ഫോർ സ്പ്രെഡിംഗ് മെറ്റൽ ഇൻ വൺ ഡയറക്ഷൻ? മെറ്റലിന് ഒരു ദിശയിലേക്ക് മാത്രം സ്പ്രെഡ് ഉപയോഗിക്കുന്ന ഹാമർ പീൻ ഏതാണ്? ഓപ്ഷൻ എ ബോൾ പിൻ, ഓപ്ഷൻ ബി ക്രോസ് പിൻ, ഓപ്ഷൻ സി സ്ട്രെയിറ്റ് പിൻ, ഓപ്ഷൻ ഡി ക്ലോക്ക് പിൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ക്രോസ് പിൻ ആണ്. ക്രോസ് പിൻ ഹാമറിൻ്റെ പിൻ ഹാൻഡ്ലിംഗ്
കുറുകെയുള്ളതിനാൽ ഒരു വശത്തേക്ക് മെറ്റൽ പരത്താൻ സഹായിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 60. വിച്ച് പാർട്ട് ഓഫ് ഹാമർ ഹെഡ് ഈസ് ലെഫ്റ്റ് സോഫ്റ്റ് ആൻഡ് ഹാസ് വെയിറ്റ് സ്റ്റാമ്പ്ഡ് ഓൺ ഇറ്റ്? ഹാമർ ഹെഡിൽ ഹാർഡനിങ് ചെയ്യാത്തതും ഭാരം രേഖപ്പെടുത്തിയതുമായ മധ്യഭാഗം ഏതാണ്? ഓപ്ഷൻ എ ഫേസ്, ഓപ്ഷൻ ബി പീന്, ഓപ്ഷൻ സി ചീക്ക്, ഓപ്ഷൻ ഡി ഐ ഹോൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ചീക്കാണ്. ഇപ്പോൾ ഹാമറിൻ്റെ മധ്യഭാഗത്തായ ചീക്കിൻ്റെ ഭാഗം സോഫ്റ്റായി നിലനിർത്തുന്നു. അവിടെയാണ് ഹാമർ വെയിറ്റ് പ്രിന്റ് ചെയ്യുന്നത്. അടുത്തതായി 8ാമത്തെ ടോപ്പിക്കാണ് സർഫസ് ഗേജ്. സർഫസ് ഗേജ് നമ്മൾ സ്ക്രൈബിംഗ് ബ്ലോക്ക് എന്നും കൂടി നമ്മളതിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ സർഫസ് ഗേജ്? ഒരു ഡേറ്റം സർഫസിന് പാരലായിട്ട് വരകൾ വരയ്ക്കാനും മെഷീനിൽ ജോബ് സെറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒന്നാണ് സർഫസ് ഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ടൈപ്സ് ഉണ്ട്. ഫിക്സഡ് ടൈപ്പും ഉണ്ട്, യൂണിവേഴ്സൽ സർഫസ് ഗേജും ഉണ്ട്. അപ്പോൾ ഇത് ഫിക്സഡ് ടൈപ്പിൽ ഉറപ്പിച്ച സ്പിൻഡിൽ ഉള്ളതാണ് ഈ ഫിക്സഡ് ടൈപ്പിൽ. അതോടൊപ്പം തന്നെ യൂണിവേഴ്സൽ സർഫസ് ഗേജിൽ സ്പിൻഡിൽ എത്ര ആംഗിളിലേക്കും ഈ സ്പിൻഡിൽ ഏത് ആംഗിളിലേക്കും തിരിക്കാം. അതായത് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ, റോക്കർ ആം, ഗൈഡ് പിന്നുകൾ ഡേറ്റം എഡ്ജിൽ നിന്ന് വരയ്ക്കാൻ വേണ്ടി. അപ്പം പിന്നെ അടിയിൽ വി ഗ്രൂവ്, അതായത് റൗണ്ട് സർഫസ് വയ്ക്കാൻ വേണ്ടി. ഇതൊക്കെയാണ് ഈ യൂണിവേഴ്സൽ സർഫസ് ഗേജിൽ വരുന്ന പാർട്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എന്തിനൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്, അതിൻ്റെ യൂസസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫിക്സഡ് ടൈപ്പ് യൂസ് ചെയ്യുന്നത് എന്താ? സ്ക്രൈബിംഗ് ലൈൻസ് പാരലൽ ടു ഡേറ്റ സർഫസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫിഗർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെറ്റിംഗ് അപ്പ് ജോബ് ഓൺ മെഷീൻസ് ആൻഡ് ചെക്കിംഗ് ഹൈറ്റ് ആൻഡ് പാരലലിസം. ഓക്കെ, ഇനി യൂണിവേഴ്സൽ സർഫസ് ഗേജിൻ്റെ യൂസസ് എന്താണ്? സ്ക്രൈബിംഗ് ലൈൻസ് പാരലൽ ടു ഡേറ്റ മെഡ്ജ്, സെറ്റിംഗ് അപ്പ് ജോബ് ഓൺ മെഷീൻസ്, ചെക്കിംഗ് ഹൈറ്റ് ആൻഡ് പാരലലിസം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ ആ റോക്ക് റാം എന്താണ്, അതുപോലെ തന്നെ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ. ഓക്കെ, അപ്പോൾ കുറച്ച് കീ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. യൂണിവേഴ്സൽ സർഫസ് ഗേജിൻ്റെ കുറച്ച് കീ ഫീച്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. റോക്ക് റാം അലോസ് ദ സ്ക്രൈബ് ടു അഡ്ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ആൻഡ് ലോക്ക്ഡ് എറ്റ് എനി പൊസിഷൻ. ദെൻ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ provide a accurate setting. Guide pin help in scribing from a straight datum edge. V-groove allow the gauge to be used on round or cylindrical job. നമുക്ക് V-groove ആ ഒരു യൂണിവേഴ്സൽ സർഫസ് ഗേജിൻ്റെ ബോട്ടം സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമുക്ക് റൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ നമുക്ക് പ്ലേസ് ചെയ്യാനാണ് അത് ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് സർഫസ് ഗേജിൽ വരുന്നത്. നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള MCQയിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 61. വാട്ട് ഈസ് അനദർ നെയിം ഫോർ എ സർഫസ് ഗേജ്? സർഫസ് ഗേജിന് മറ്റൊരു പേരെന്താണ്? ഓപ്ഷൻ എ ഹൈറ്റ് ഗേജ്, ഓപ്ഷൻ ബി സ്ക്രൈബിംഗ് ബ്ലോക്ക്, ഓപ്ഷൻ സി ആംഗിൾ ഗേജ്, ഓപ്ഷൻ ഡി ഫീലർ ഗേജ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സ്ക്രൈബിംഗ് ബ്ലോക്ക്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സർഫസ് ഗേജിങ്ങിന് സ്ക്രൈബിംഗ് ബ്ലോക്ക് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അടുത്തായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 62. വാട്ട് ആർ ദ 2 കോമൺ ടൈപ്സ് ഓഫ് സർഫസ് ഗേജ്? സർഫസ് ഗേജ് പ്രധാനമായും എത്ര തരം ഉണ്ടെന്ന് പഠിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, ഓപ്ഷൻ ബി ഫിക്സഡ് ടൈപ്പ് ആൻഡ് യൂണിവേഴ്സൽ ടൈപ്പ്, ഓപ്ഷൻ സി മെട്രിക് ആൻഡ് ഇമ്പീരിയൽ, ഓപ്ഷൻ ഡി സിംഗിൾ ആൻഡ് ഡബിൾ. കറക്റ്റ് ആൻസർ നമ്മളിപ്പോൾ പഠിച്ചൊരു കാര്യമാണ്. ഓപ്ഷൻ ബി ഫിക്സഡ് ടൈപ്പ് ആൻഡ് യൂണിവേഴ്സൽ ടൈപ്പ്. അപ്പോൾ സർഫസ് ഗേജ് പ്രധാനമായും ഫിക്സഡ് ടൈപ്പ്, യൂണിവേഴ്സൽ ടൈപ്പ് എന്ന് 2 തരത്തിലാണ് ഉള്ളത്. അടുത്തായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 63. വാട്ട് കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് ഈസ് പ്രൊവൈഡഡ് അറ്റ് ദ ബോട്ടം ഓഫ് യൂണിവേഴ്സൽ സർഫസ് ഗേജ് ബേസ്? യൂണിവേഴ്സൽ സർഫസ് ഗേജിന്റെ അടിഭാഗത്ത് നൽകിയിരിക്കുന്ന പ്രത്യേകത എന്താണ്? ഓപ്ഷൻ എ ഫ്ലാറ്റ് പ്ലെയിൻ ഓൺലി, ഓപ്ഷൻ ബി വി ഗ്രൂവ്, ഓപ്ഷൻ സി മാഗ്നറ്റിക് പോൾ, ഓപ്ഷൻ ഡി ടി സ്ലോട്ട്. നമുക്കറിയാം, നമ്മളിപ്പോൾ പഠിച്ചൊരു കാര്യമാണ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി വി ഗ്രൂവ് ആണ്. അടിഭാഗത്തുള്ള വി ഗ്രൂവ് യൂണിവേഴ്സൽ സർഫസ് ഗേജിനെ സിലിണ്ടറിക്കൽ അല്ലെങ്കിൽ റൗണ്ടഡ് പ്രതലങ്ങളിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 64.
വിച്ച് പാർട്ട് ഓഫ് യൂണിവേഴ്സൽ സർഫസ് ഗേജ് ഹെൽപ്പ് ഇൻ സ്ക്രൈബിംഗ് ലൈൻസ് പാരലൽ ടു എനി ഡേറ്റം എഡ്ജ്? ഡേറ്റം എഡ്ജിന് പാരലായിട്ട് ലൈൻ വരയ്ക്കാൻ സഹായിക്കുന്ന സർഫസ് ഗേജ് ഭാഗം ഏതാണ്? ഓപ്ഷൻ എ റോക്കർ റാം, ഓപ്ഷൻ ബി ഗൈഡ് പിൻസ്, ഓപ്ഷൻ സി സ്നഗ്, ഓപ്ഷൻ ഡി സ്പിൻഡിൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ഗൈഡ് പിൻസ് ആണ്. ബേസിൽ അടങ്ങിയിരിക്കുന്ന ഗൈഡ് പിൻസ് താഴേക്ക് തള്ളി ഡേറ്റം അരികുകളിൽ ചേർത്ത് സമാന്തര രേഖകൾ വരയ്ക്കാം. അടുത്തായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 65 ആണ്. വിച്ച് പാർട്ട് ഓഫ് യൂണിവേഴ്സൽ സർഫസ് ഗേജ് അലൗ ക്വിക്ക് ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ദ സ്ക്രൈബർ ഹൈറ്റ്? സ്ക്രൈബർ ഹൈറ്റ് വളരെ കൃത്യമായി അഡ്ജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന യൂണിവേഴ്സൽ സർഫസ് ഗേജ് ഭാഗം ഏതാണ്? ഓപ്ഷൻ എ റോക്കർ റാം വിത്ത് ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് സ്ക്രൂ, ഓപ്ഷൻ ബി സ്നഗ്, ഓപ്ഷൻ സി ഗൈഡ് പിൻ, ഓപ്ഷൻ ഡി ബേസ്. ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ റോക്കർ ആം വിത്ത് ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് സ്ക്രൂ ആണ്. ഈ റോക്കർ ആമിൽ നൽകിയിരിക്കുന്ന ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് സ്ക്രൂ ഉപയോഗിച്ച് അല്പമായി സ്ക്രൈബർ ഉയരം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 66 ആണ്. വാട്ട് കമ്പോണന്റ് ഈസ് യൂസ്ഡ് ടു ക്ലാമ്പ് ദ സ്ക്രൈബർ ടു ദ സ്പിൻഡിൽ ഓഫ് എ സർഫസ് ഗേജ് അറ്റ് എനി പൊസിഷൻ? അതായത് സ്ക്രൈബറിനെ സ്പിൻഡിലിൽ ഉറപ്പിച്ചു നിർത്താൻ ഉപയോഗിക്കുന്ന ഭാഗം ഏതാണ്? ഓപ്ഷൻ എ സ്നഗ് ആൻഡ് ക്ലാമ്പിംഗ് നട്ട്, ഓപ്ഷൻ ബി റോക്കർ റാം, ഓപ്ഷൻ സി ഗൈഡ് പിൻ, ഓപ്ഷൻ ഡി വി ബ്ലോക്ക്. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സ്നഗ് ആൻഡ് ക്ലാമ്പിംഗ് നട്ടാണ്. അതായത് സ്നഗ്, ക്ലാമ്പിംഗ് നട്ട് എന്നിവ ഉപയോഗിച്ചാണ് സ്ക്രൈബറിനെ സ്പിൻഡിൽ ഏത് ഉയരത്തിലും പൊസിഷനിലും ക്ലാമ്പ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 67 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൈമറി യൂസ് ഓഫ് എ സർഫസ് ഗേജ്? താഴെ പറയുന്നവയിൽ സർഫസ് ഗേജിന്റെ ഉപയോഗം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സ്ക്രൈബിംഗ് ലൈൻസ് പാരലൽ ടു സർഫസ് ഡേറ്റം സർഫസ്, ഓപ്ഷൻ ബി സെറ്റിംഗ് ജോബ് പാരലൽ ഓൺ മെഷീൻ, ഓപ്ഷൻ സി ചെക്കിംഗ് കോൺസെൻട്രിക് ഓൺ ലെയ്ത്ത്, ഓപ്ഷൻ ഡി മെഷറിംഗ് ഇന്റേണൽ ത്രെഡ് പിച്ച്. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ് സർഫസ് ഗേജുമായിട്ട് റിലേറ്റ് ചെയ്യാത്തത്? നമുക്കറിയാം ഓപ്ഷൻ ഡി മെഷറിംഗ് ഇന്റേണൽ ത്രെഡ് പിച്ചാണ്. നമുക്ക് ഇന്റേണൽ ത്രെഡിന്റെ പിച്ചൊന്നും മെഷർ ചെയ്യാൻ ഈ സർഫസ് ഗേജ് ഉപയോഗിച്ച് സാധിക്കത്തില്ല. ഓക്കെ, ദെൻ അതായത് ഇന്റേണൽ ത്രെഡ് പിച്ച് അളക്കാൻ ത്രെഡ് ഗേജ് ആണ് ഉപയോഗിക്കുന്നത്, സർഫസ് ഗേജ് അല്ല അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 68. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ബെൻഡ് എൻഡ് ഓഫ് എ സർഫസ് ഗേജ് സ്ക്രൈബർ? സർഫസ് ഗേജ് സ്ക്രൈബറിന്റെ വളഞ്ഞ അറ്റത്ത് അല്ലെങ്കിൽ ബെൻഡ് എൻഡിലെ പ്രധാന ഉപയോഗം എന്താണ്? ഓപ്ഷൻ എ സ്ക്രൈബിംഗ് ലൈൻസ് ഓൺ ബോട്ടം ഓർ അണ്ടർ സൈഡ് ഓഫ് ജോബ്, ഓപ്ഷൻ ബി ഇൻക്രീസിംഗ് വെയിറ്റ്, ഓപ്ഷൻ സി ഷാർപ്പനിങ് ഈസിലി, ഓപ്ഷൻ ഡി ലോക്കിംഗ് ദ സ്പിൻഡിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രൈബിംഗ് ലൈൻസ് ഓൺ ബോട്ടം ഓർ അണ്ടർ സൈഡ് ഓഫ് ജോബ്, ഓപ്ഷൻ എ ആണ്. സ്ക്രൈബറിന്റെ ബെൻഡ് എൻഡ് ജോബിന്റെ അടിവശങ്ങളിലെ ഇന്റേണൽ സർഫസുകളിൽ മാർക്ക് ചെയ്യാനും സെറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാമത്തെ ടോപ്പിക്കായ വി ബ്ലോക്കുകളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വി ബ്ലോക്കുകളുടെ ചിത്രങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് വി ബ്ലോക്ക്? ഈ സിലിണ്ടറിക്കൽ ജോബുകൾ മാർക്ക് ചെയ്യാനും ഡ്രില്ലിങ്ങിനായിട്ട് സപ്പോർട്ട് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു പാർട്ടാണ് വി ബ്ലോക്ക്. യൂസ്ഡ് ഫോർ മാർക്കിംഗ്, സെറ്റിംഗ് അപ്പ് ആൻഡ് സപ്പോർട്ടിംഗ് സിലിണ്ടറിക്കൽ ഓർ റൗണ്ടഡ് വർക്ക് പീസ് ഫോർ ഓപ്പറേഷൻ സച്ച് ആസ് ഡ്രില്ലിംഗ്. ഓക്കെ, ദെൻ നമുക്കിത് അതിൻ്റെ ആ ആംഗിൾ എന്ന് പറയുന്നത്, ഇതിൻ്റെ വ്യൂവിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ് വരുന്നത്. ഓക്കെ, ഇൻക്ലൂഡഡ് ആംഗിൾ ഇമ്പോർട്ടൻ്റ് ആണ്, 90 ഡിഗ്രിയാണ്. ഇനി നമുക്ക് ആ അതിൻ്റെ ഗ്രേഡുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ഗ്രേഡ് എ എന്ന് പറയുന്നത് അത് കൂടുതൽ ആക്യുറേറ്റ്, ഹൈലി ആക്യുറേറ്റ് ആണ്. നമുക്ക് അത് അവൈലബിൾ ആയിട്ടുള്ളത് 100 mm ലെങ്ത് വരെ നമുക്കത് അവൈലബിൾ ആണ്. മെയ്ഡ് ഓഫ് ഹൈ ക്വാളിറ്റി സ്റ്റീൽ, നല്ല ഉയർന്ന നിലവാരമുള്ള സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതെന്തിനാണ്? യൂസർ ഇൻ പ്രിസിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ വർക്ക് വെയർ ഹൈ ആക്യുറസി ഈസ് റിക്വയർഡ്. അപ്പോൾ ഹൈ പ്രിസിഷൻ ആയിട്ടുള്ള
ഇൻസ്പെക്ഷനുള്ള വർക്കുകളിലാണ് നമ്മൾ ഗ്രേഡ് എ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഗ്രേഡ് ബി. അടുത്ത് ഗ്രേഡ് ബിയിൽ വരുന്നത് ഇത് ജനറൽ വർക്കുകളിലാണ്, ഇത് ജനറൽ വർക്ക്ഷോപ്പ് യൂസുകളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലെസ് ആക്യുറേറ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ അവൈലബിൾ ലെങ്ത് എന്ന് പറയുന്നത് 300 mm വരെ ആയിരിക്കും. ഇത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് ക്ലോസ് ഗ്രെയിൻഡ് കാസ്റ്റ് അയൺ ഉപയോഗിച്ചിട്ടാണ്. മറ്റേ ഗ്രേഡ് എ എന്തായിരുന്നു, ഹൈ ക്വാളിറ്റി സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഗ്രേഡ് ബി ക്ലോസ് ഗ്രെയിൻഡ് കാസ്റ്റ് അയൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ, ഇതിൻ്റെ ക്വസ്റ്റ്യൻ കാണാതെ ഇത് എന്തിനാണ്, ജനറൽ വർക്ക്ഷോപ്പ് ആപ്ലിക്കേഷൻസിനാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ എന്താണ് ക്ലാമ്പിംഗ്? ക്ലാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, അവിടെ ക്ലാമ്പ് ചെയ്ത് നിർത്തിയിരുന്നത്. അവിടെ ഒരു യു ക്ലാമ്പ് ഉണ്ട്, വർക്ക് പീസ് ഉണ്ട്, വി ബ്ലോക്ക്, സർഫസ് പ്ലേറ്റ് ഓർ മെഷീൻ ടേബിളിൻ്റെ മുകളിലാണ്. ഓക്കെ, അപ്പോൾ ജോബുകൾ പിടിച്ചു നിർത്താൻ യു ക്ലാമ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. ജോബുകൾ അപ്പോൾ നമ്മൾ വർക്ക് പീസിനെ അല്ലെങ്കിൽ ജോബിനെ പിടിച്ചു നിർത്താൻ വേണ്ടി, ക്ലാമ്പ് ചെയ്ത് നിർത്താൻ വേണ്ടിയാണ് യു ക്ലാമ്പുകൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 69. വാട്ട് ഈസ് ദ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് വി ഗ്രൂവ് ഇൻ ഓൾ സ്റ്റാൻഡേർഡ് വി ബ്ലോക്ക്? എല്ലാ സ്റ്റാൻഡേർഡ് വി ബ്ലോക്കിലെയും വി ആംഗിൾ എത്രയാണ്? ഓപ്ഷൻ എ 45, ഓപ്ഷൻ ബി 60, ഓപ്ഷൻ സി 90, ഓപ്ഷൻ ഡി 120. നമുക്കറിയാം, ഇപ്പം നമ്മൾ പഠിച്ച കാര്യമാണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 90 ഡിഗ്രി. എല്ലാ തരം വി ബ്ലോക്കുകളിലും വി ബ്ലോക്കിൻ്റെ ഉൾക്കൊള്ളുന്ന ആംഗിൾ അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 70. വിച്ച് ക്ലാമ്പിംഗ് ഡിവൈസ് ഈസ് പ്രൊവൈഡഡ് അലോങ് വിത്ത് വി ബ്ലോക്ക് ടു ഹോൾഡ് സിലിണ്ടറിക്കൽ ജോബ് ഫാമിലി? വി ബ്ലോക്കിൻ്റെ വർക്ക് പീസ് ഇളകാതെ ഉറപ്പിച്ചു നിർത്താൻ നൽകിയിരിക്കുന്ന ക്ലാമ്പ് ഏതാണ്? ഓപ്ഷൻ എ സി ക്ലാമ്പ്, ഓപ്ഷൻ ബി യു ക്ലാമ്പ്, ഓപ്ഷൻ സി ടൂൾ മാർക്കർ ക്ലാമ്പ്, ഓപ്ഷൻ ഡി ലിവർ ക്ലാമ്പ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി യു ക്ലാമ്പാണ്. അപ്പോൾ സിലിണ്ടറിക്കൽ ജോബ് വി ബ്ലോക്കുകളിൽ ഇളകാതെ ഷേക്കാവാതെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്ലാമ്പാണ് യു ക്ലാമ്പ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 71. എ വി ബ്ലോക്ക് വിത്ത് 1 വി ഗ്രൂവ് ആൻഡ് 2 സ്ലോട്ട് ഓൺ either സൈഡ് ഫോർ ക്ലാമ്പിംഗ് ഈസ് ക്ലാസിഫൈഡ് ആസ് വാട്ട് ടൈപ്പ്? അപ്പോൾ ഒരു വി ഗ്രൂവും ഇരുവശത്തായി 2 ക്ലാമ്പിംഗ് സ്ലോട്ടുകളുമുള്ള വി ബ്ലോക്ക് ഏത് തരമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഓപ്ഷൻ എ സിംഗിൾ ഗ്രൂവ് ആണോ, ഓപ്ഷൻ ബി സിംഗിൾ ലെവൽ ഡബിൾ ഗ്രൂവ് ആണോ, ഓപ്ഷൻ സി ഡബിൾ ലെവൽ സിംഗിൾ ഗ്രൂവ് ആണോ, ഇനി ഡി മാച്ച്ഡ് പെയർ ആണോ? അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സിംഗിൾ ലെവൽ ഡബിൾ ഗ്രൂവ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഒരു വി ഗ്രൂവ്, ഓക്കെ, ഇരുവശത്തുമായി ഗ്രൂവും ഇരുവശത്തുമായി 2 ക്ലാമ്പിംഗ് സ്ലോട്ടുകളുമുള്ള വി ബ്ലോക്ക് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് സിംഗിൾ ലെവൽ ഡബിൾ ഗ്രൂവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വി ഗ്രൂവും വശങ്ങളിൽ 2 സ്ലോട്ടുകളും ഉള്ളതിനാൽ സിംഗിൾ ലെവൽ ഡബിൾ ഗ്രൂവ് എന്ന് വി ബ്ലോക്ക് എന്ന് വിളിക്കുന്നുണ്ട് ഇതിനെ. ക്വസ്റ്റ്യൻ നമ്പർ 72. വിച്ച് ഗ്രേഡ് ഓഫ് വി ബ്ലോക്ക് ഈസ് ഹയർ ഇൻ ആക്യുറസി അവൈലബിൾ അപ് ടു 100 mm ലെങ്ത് ആൻഡ് മെയ്ഡ് ഓഫ് ഹൈ ക്വാളിറ്റി സ്റ്റീൽ? അപ്പോൾ കൂടുതൽ കൃത്യതയുള്ളതും ഹൈ ക്വാളിറ്റി സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയതുമായ വി ബ്ലോക്ക് ഗ്രേഡ് ഏതാണ്? ഓപ്ഷൻ എ ഗ്രേഡ് എ, ഓപ്ഷൻ ബി ഗ്രേഡ് ബി, ഓപ്ഷൻ സി ഗ്രേഡ് സി, ഓപ്ഷൻ ഡി ഗ്രേഡ് 1. പിന്നെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ഗ്രേഡ് എ ആണ്. അപ്പോൾ ഗ്രേഡ് എ വി ബ്ലോക്കിൽ ഉയർന്ന കൃത്യതയുള്ളതാണ്. 100 mm വരെയുള്ള അളവുകളിൽ ഹൈ ക്വാളിറ്റി സ്റ്റീൽ ലഭിക്കുന്നുണ്ട് ഇത്. ക്വസ്റ്റ്യൻ നമ്പർ 73. ഗ്രേഡ് ബി വി ബ്ലോക്ക് യൂസ്ഡ് ഫോർ ജനറൽ മെഷീൻ ഷോപ്പ് വർക്ക് ആർ മെയ്ഡ് അപ്പ് ഓഫ് വിച്ച് മെറ്റീരിയൽ അപ് ടു 300 mm ലെങ്ത്? ജനറൽ മെഷീൻ ഷോപ്പ് പണികൾക്ക് ഉപയോഗിക്കുന്ന ഗ്രേഡ് ബി വി ബ്ലോക്ക് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിക്കുന്നത്? ഓപ്ഷൻ എ ഹൈ സ്പീഡ് സ്റ്റീല്, ഓപ്ഷൻ ബി ക്ലോസ്ലി ഗ്രെയിൻഡ് കാസ്റ്റ് അയൺ, ഓപ്ഷൻ സി അലൂമിനിയം, ഓപ്ഷൻ ഡി ബ്രാസ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ക്ലോസ്ലി ഗ്രെയിൻഡ് കാസ്റ്റ് അയൺ. അതായത് ഗ്രേഡ് ബി വി ബ്ലോക്ക് ക്ലോസ്ലി ഗ്രെയിൻഡ് കാസ്റ്റ് അയൺ ഉപയോഗിച്ച് 300 mm ലെങ്ത് നീളം വരെ നിർമ്മിക്കുന്നു. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 74. വി ബ്ലോക്ക് സപ്ലൈഡ് ഇൻ പെയർ ഹാവിംഗ് ഐഡന്റിക്കൽ ഡയമെൻഷൻസ് ആൻഡ് ആക്യുറസി ഫോർ സപ്പോർട്ടിംഗ് ലോങ് ഷാഫ്റ്റ് ആർ ഡെസിഗ്നേറ്റഡ് ബൈ വിച്ച് ലെറ്റർ? നീളമുള്ള ഷാഫ്റ്റുകൾ താങ്ങാൻ
പെയറായി ലഭ്യമാക്കുന്ന വി ബ്ലോക്കുകളെ ഏത് അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ പി, ഓപ്ഷൻ ബി എം, ഓപ്ഷൻ സി എസ്, ഓപ്ഷൻ ഡി ഡി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി എം. അതായത് മാച്ച്ഡ് പെയർ വി ബ്ലോക്ക് സൂചിപ്പിക്കാൻ എം എന്ന അക്ഷരം ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ വി ബ്ലോക്ക് എം 50/5 40A IS 2949. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ഡെസിഗ്നേഷൻ ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BIS സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ നമ്പർ ഫോർ വി ബ്ലോക്ക്? വി ബ്ലോക്ക് ഡെസിഗ്നേഷനിൽ പറയുന്ന BIS സ്റ്റാൻഡേർഡ് നമ്പർ ഏതാണ്? ഓപ്ഷൻ എ IS 2285, ഓപ്ഷൻ ബി IS 2949, ഓപ്ഷൻ സി IS 623, ഓപ്ഷൻ ഡി IS 4241. പിന്നെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി IS 2949 ആണ്. അപ്പം വി ബ്ലോക്കിൻ്റെ BIS സ്റ്റാൻഡേർഡ് നമ്പർ IS 2949 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 76. വാട്ട് ഈസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് വി ബ്ലോക്ക് ഇൻ ഫിറ്റിംഗ് ആൻഡ് മെഷീനിങ് ഓപ്പറേഷൻ? ഫിറ്റിംഗ് മെഷീനിങ് വർക്കുകളിൽ വി ബ്ലോക്കിൻ്റെ പ്രധാന ധർമ്മം എന്താണ്? ഓപ്ഷൻ എ മെഷറിംഗ് ലെങ്ത്, ഓപ്ഷൻ ബി സപ്പോർട്ടിംഗ് ആൻഡ് ഹോൾഡിംഗ് സിലിണ്ടറിക്കൽ വർക്ക് പീസ്, ഓപ്ഷൻ സി ടെസ്റ്റിംഗ് സ്ക്വയർനെസ്, ഓപ്ഷൻ ഡി ഫൈലിംഗ് ഫ്ലാറ്റ് സർഫസ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി സപ്പോർട്ടിംഗ് ആൻഡ് ഹോൾഡിംഗ് സിലിണ്ടറിക്കൽ വർക്ക് പീസ് ആണ്. അതായത് റൗണ്ടഡ് അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ വർക്കുകൾ കൃത്യമായി താങ്ങി നിർത്താനും ക്ലാമ്പ് ചെയ്യാനുമാണ് വി ബ്ലോക്കുകൾ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതായിട്ട് 10ാമത്തെ ടോപ്പിക്കായ സർഫസ് പ്ലേറ്റ് ആൻഡ് മാർക്കിംഗ് ഓഫ് ടേബിളുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സർഫസ് പ്ലേറ്റ്. അപ്പോൾ ഈ മാർക്കിംഗ് പരിശോധിക്കാനും ട്രൂ ഡേറ്റം സർഫസ് ആയി പ്രവർത്തിക്കുന്നു. ഓക്കെ, അതായത് പ്രൊവൈഡ് എ ട്രൂ ഫ്ലാറ്റ് ഡേറ്റം പ്ലെയിൻ ഫോർ പ്രിസിഷൻ മാർക്കിംഗ് ആൻഡ് ഡയമെൻഷണൽ ഇൻസ്പെക്ഷൻ. അപ്പോൾ ഇത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് ഹൈ ക്വാളിറ്റി കാസ്റ്റ് അയൺ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇത് സ്ട്രെസ് റിലീവ്ഡ് ആണ് ടു പ്രിവെൻറ്റ് ഡിസ്ട്രോഷൻ ഓർ ഗ്രാനൈറ്റ്. ഓക്കെ, ഇപ്പം അല്ലെങ്കിൽ നമ്മൾ ഗ്രാനൈറ്റ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഒന്നുകിൽ ഹൈ ക്വാളിറ്റി കാസ്റ്റ് അയൺ ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ആയിരിക്കും നമ്മൾ സർഫസ് പ്ലേറ്റിനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഈ ഗ്രാനൈറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാനൈറ്റിൽ നമുക്ക് ഈ സ്ക്രാച്ചുകളോ ബറുകളോ ഒന്നും നമുക്കവിടെ വരില്ല ഗ്രാനൈറ്റിൽ. പിന്നെ നമുക്ക് അതായത് നമുക്ക് ഈ പോറലൊക്കെ വീണാലും ബറുകളൊന്നും ഉണ്ടാകില്ല, കൃത്യത നിലനിൽക്കും ഗ്രാനൈറ്റ് ഉപയോഗിക്കുമ്പോൾ. പിന്നെ നമ്മൾ സ്റ്റെബിലിറ്റിക്കായിട്ട് നമ്മൾ 3 പോയിന്റ് സസ്പെൻഷൻ നമ്മൾ നൽകിയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ അടിഭാഗത്തായിട്ട് 3 പോയിന്റ് സസ്പെൻഷൻ നമ്മൾ നൽകിയിട്ടുണ്ട്. ഇനി മാർക്കിംഗ് ഓഫ് ടേബിളിലേക്ക് വരികയാണെങ്കിൽ ഇത് റിജിഡ്ലി ബിൽറ്റ് ടേബിൾ മെയ്ഡപ്പ് ഓഫ് കാസ്റ്റ് അയൺ ഓർ ഗ്രാനൈറ്റ്. ഇവിടെയും കാസ്റ്റ് അയൺ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ആണ്. ദെൻ വിത്ത് ആൻ ആക്യുറേറ്റ്ലി ഫിനിഷ്ഡ് ടോപ്പ് സർഫസ് ആണ്. യൂസ്ഡ് ആസ് എ ഡേറ്റം റെഫറൻസ് ഫോർ ലാർജ് ലേഔട്ട് വർക്ക്. അപ്പോൾ വലിയ ജോലികൾ മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന കട്ടിയുള്ള ഒരു ടേബിളാണിത്. കാസ്റ്റ് അയൺ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. ഹെവി റിജിഡ് കൺസ്ട്രക്ഷൻ ഫോർ ലാർജ് ആൻഡ് ഹെവി വർക്ക് പീസ്, ഫ്ലാറ്റ് ആൻഡ് ആക്യുറേറ്റ്ലി ഫിനിഷ്ഡ് ടോപ്പ് സർഫസ് ആണ്. പ്രൊവൈഡ് എ സ്റ്റേബിൾ ഡേറ്റം സർഫസ് ഫോർ ലേഔട്ട് വർക്ക്. ക്യാൻ ബി യൂസ്ഡ് വിത്ത് ആക്സറീസ് ലൈക്ക് വി ബ്ലോക്ക്, ക്ലാമ്പ്, സർഫസ് ഗേജ് എക്സെട്ര. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ സർഫസ് പ്ലേറ്റിൻ്റെ മാർക്കിംഗ് ഓഫിൻ്റെയും യൂസസ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് യൂസസ്? സർഫസ് പ്ലേറ്റിൻ്റെ യൂസസ് എന്താണ്? പ്രിസിഷൻ മേക്കിംഗ് ആൻഡ് സ്ക്രൈബിംഗ് ആണ്, ഡയമെൻഷണൽ ഇൻസ്പെക്ഷൻ, ചെക്കിംഗ് സ്ക്വയർനെസ് ആൻഡ് അലൈൻമെൻറ്റ്, സെറ്റിംഗ് ഔട്ട് ആൻഡ് ലേ ഔട്ട് വർക്ക്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഈ സർഫസ് പ്ലേറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി മാർക്കിംഗ് ഓഫ് ടേബിൾ എന്താണ്? ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് സ്കെയിൽ ലേ ഔട്ട് ആൻഡ് മാർക്കിംഗ് ഹോൾ പൊസിഷൻസ്, ഹോൾഡിംഗ് റൗണ്ട് വർക്ക് പീസ് വിത്ത് വി ബ്ലോക്ക്, ജനറൽ വർക്ക്ഷോപ്പ് ലേ ഔട്ട് ഓപ്പറേഷൻസ്. ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ ഈ ടോപ്പിക്കിലേക്ക് വരുന്നത്. നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക്. ക്വസ്റ്റ്യൻ 77. വിച്ച് മെറ്റീരിയൽ ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് ഹെവി സർഫസ് പ്ലേറ്റ്?
അപ്പോൾ സർഫസ് പ്ലേറ്റ് നിർമ്മിക്കാൻ ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? ഓപ്ഷൻ എ കാസ്റ്റ് അയൺ, ഓപ്ഷൻ ബി ഹൈ സ്പീഡ് സ്റ്റീല്, ഓപ്ഷൻ സി കോപ്പർ, ഓപ്ഷൻ ഡി ലെഡ്. അപ്പോൾ എൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ കാസ്റ്റ് അയൺ ആണ്. ഓക്കെ, അതായത് ഗുഡ് ക്വാളിറ്റി സ്ട്രെസ് റിലീവ്ഡ് കാസ്റ്റ് അയൺ ആണ് ഇതിൽ ഉപയോഗിക്കുക, ഇത് മേഡ് ചെയ്യുക. കാരണം ഇതിനകത്ത് ഈ ഡാമേജസുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഈ സർഫസ് പ്ലേറ്റിൽ ഈ പറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 78. വൈ ഈസ് ദ അണ്ടർസൈഡ് ഓഫ് എ കാസ്റ്റ് അയൺ സർഫസ് പ്ലേറ്റ് ഹെവിലി റിബ്ഡ്? അതായത് കാസ്റ്റ് അയൺ സർഫസ് പ്ലേറ്റിന്റെ അടിവശത്ത് കട്ടിയുള്ള റിബ് നൽകാനുള്ള കാരണം എന്താണ്? ഓപ്ഷൻ എ ടു റിഡ്യൂസ് ടോട്ടൽ വെയിറ്റ്, ഓപ്ഷൻ ബി ടു പ്രൊവൈഡ് റിജിഡ്ലി ആൻഡ് പ്രിവെന്റ് ഡിസ്റ്റോർഷൻ, ഓപ്ഷൻ സി ഫോർ ഡെക്കറേഷൻ, ഓപ്ഷൻ ഡി ടു അബ്സോർബ് ഓൾ. ഇത് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ടു പ്രൊവൈഡ് റിജിഡിറ്റി ആൻഡ് പ്രിവെന്റ് ഡിസ്റ്റോർഷൻ ആണ്. അതായത് സർഫസ് പ്ലേറ്റ് വടഞ്ഞു പോകാതിരിക്കാനും, അതായത് ഡിസ്റ്റോർഷൻ, അതിന് നല്ല ഉറപ്പ് റിജിഡിറ്റി നൽകാനുമാണ് അടിയിൽ റിബ് നൽകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 79. വാട്ട് ഈസ് ആൻ അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രാനൈറ്റ് സർഫസ് പ്ലേറ്റ് കമ്പയർഡ് ടു കാസ്റ്റ് അയൺ സർഫസ് പ്ലേറ്റ്? ഇപ്പോൾ കാസ്റ്റ് അയൺ സർഫസ് പ്ലേറ്റിനേക്കാൾ ഗ്രാനൈറ്റ് സർഫസ് പ്ലേറ്റിനുള്ള മേന്മ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഈസിലി ബ്രോക്കൺ, ഓപ്ഷൻ ബി റിട്ടൈൻ ആക്യുറസി ആൻഡ് ഡസ് നോട്ട് ഫോം ബർ ഇഫ് സ്ക്രാച്ച്ഡ്, ഓപ്ഷൻ സി ലൈറ്റർ ദാൻ വുഡ്, ഓപ്ഷൻ ഡി റസ്റ്റ് കുക്കിലി. അപ്പോൾ എൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി റിട്ടൈൻ ആക്യുറസി ആൻഡ് ഡസ് നോട്ട് ഫോം ബർ ഇഫ് സ്ക്രാച്ച്ഡ്. അതായത് ഗ്രാനൈറ്റ് സർഫസ് പ്ലേറ്റിൽ വര വീണാലും അല്ലെങ്കിൽ ബർ സ്ക്രാച്ചൊക്കെ ചെയ്താലും ബർ അല്ലെങ്കിൽ ഉണ്ടാകില്ല. ഇത് കൃത്യത നഷ്ടപ്പെടുകയുമില്ല, തുരുമ്പെടുക്കുകയുമില്ല. ഓക്കെ, അടുത്തായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 80. വൈ ഈസ് ദ 3-point സസ്പെൻഷൻ പ്രൊവൈഡഡ് ഫോർ സർഫസ് പ്ലേറ്റ് ഡ്യൂറിംഗ് ഇൻസ്റ്റാളേഷൻ? സർഫസ് പ്ലേറ്റ് സ്ഥാപിക്കുമ്പോൾ 3-point സസ്പെൻഷൻ നൽകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഓപ്ഷൻ എ ഫോർ സ്റ്റഡിനെസ് ആൻഡ് കൺവീനിയൻസ് ഇൻ ലെവലിംഗ്, ഓപ്ഷൻ ബി ടു മേക്ക് ഇറ്റ് റൊട്ടേറ്റ്, ഓപ്ഷൻ സി ടു അഡ്ജസ്റ്റ് ഹൈറ്റ് റാപ്പിഡ്ലി, ഓപ്ഷൻ ഡി ഫോർ അസ്തെറ്റിക് ലുക്ക്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഫോർ സ്റ്റഡിനെസ് ആൻഡ് കൺവീനിയൻസ് ഇൻ ലെവലിംഗ്. ഉറച്ചു നിൽക്കാനും എളുപ്പത്തിൽ ലെവൽ ചെയ്യാനും വേണ്ടിയാണ് 3-point സസ്പെൻഷൻ നൽകുന്നത്. അപ്പോൾ സ്റ്റഡിനെസ് ആൻഡ് ലെവലിങ്ങിനാണ് നമ്മൾ 3-point സസ്പെൻഷൻ നൽകുന്നത്. അടുത്തായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 81. ഇൻ ഹൗ മെനി സ്റ്റാൻഡേർഡ് ഗ്രേഡ്സ് ആർ കാസ്റ്റ് അയൺ സർഫസ് പ്ലേറ്റ് ക്ലാസിഫൈഡ് ഫോർ മെഷീൻ ഷോപ്പ് വർക്ക്? കാസ്റ്റ് അയൺ സർഫസ് പ്ലേറ്റ് എത്ര ഗ്രേഡുകളിലാണ് ലഭ്യമായിട്ടുള്ളത്? ഓപ്ഷൻ എ 2 ഗ്രേഡ്, ഗ്രേഡ് എ ബി, ഓപ്ഷൻ ബി 3 ഗ്രേഡ് 1 2 3, ഓപ്ഷൻ സി 4 ഗ്രേഡ് എ ബി സി ഡി, ഓപ്ഷൻ ഡി 5. ഇപ്പം എൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ 3 ആണ്, ഗ്രേഡ് 1 2 3. സർഫസ് പ്ലേറ്റിൽ പ്രധാനമായി ഗ്രേഡ് 1 ഗ്രേഡ് 2 ഗ്രേഡ് 3 എന്നിങ്ങനെ 3 ഗ്രേഡുകളിലാണ് ലഭ്യമായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 82. വാട്ട് ഈസ് ദ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് IS സ്പെസിഫിക്കേഷൻ നമ്പർ ഫോർ കാസ്റ്റ് അയൺ സർഫസ് പ്ലേറ്റ്? കാസ്റ്റ് അയൺ സർഫസ് പ്ലേറ്റിന് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നമ്പർ ഏതാണ്? ഓപ്ഷൻ എ IS 2949, ഓപ്ഷൻ ബി IS 2285, ഓപ്ഷൻ സി IS 623, ഓപ്ഷൻ ഡി IS 4241. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി IS 2285 ആണ്. ഇതാണ് അപ്പോൾ കാസ്റ്റ് അയൺ സർഫസ് പ്ലേറ്റിൻ്റെ BS സ്പെസിഫിക്കേഷൻ നമ്പറാണ് IS 2285 ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 83. വാട്ട് മെയിൻ്റനൻസ് സ്റ്റെപ്സ് ഷുഡ് ബി ഫോളോഡ് ആഫ്റ്റർ യൂസിങ് എ കാസ്റ്റ് അയൺ സർഫസ് പ്ലേറ്റ്? അതായത് കാസ്റ്റ് അയൺ സർഫസ് പ്ലേറ്റിൽ ഉപയോഗിച്ച് ശേഷം ചെയ്യേണ്ട പരിപാലനം അല്ലെങ്കിൽ എന്തൊക്കെ മെയിൻ്റെനൻസ് ആണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ wash with water, option B clean with a soft cloth and apply thin layer of oil, option C file the surface, option D keep heavy tool on it. പിന്നെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ക്ലീൻ വിത്ത് സോഫ്റ്റ് ക്ലോത്ത് ആൻഡ് അപ്ലൈ തിൻ ലെയർ ഓഫ് ഓയിൽ. അതായത് ഇതിൻ്റെയൊക്കെ ഉപയോഗശേഷം ഇപ്പോൾ കാസ്റ്റ് അയൺ സർഫസ് പ്ലേറ്റിൻ്റെയൊക്കെ ഉപയോഗശേഷം കോട്ടൺ തുണി കൊണ്ട് തുടർച്ചയായിട്ട്
ഒരു തിൻ ലെയർ ഓഫ് ഓയിൽ അതിനകത്ത് പുരട്ടി വെക്കണം. അതായത് കോട്ടൺ തുണി കൊണ്ട് തുടച്ചതിന് ശേഷം ഒരു തിൻ ലെയർ ഓഫ് ഓയിൽ അതിനകത്ത് പുരട്ടി വെക്കേണ്ടതായിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 84. വാട്ട് ഈസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാർക്കിംഗ് ഓഫ് ടേബിൾ ഇൻ ഫിറ്റിംഗ് ഷോപ്പ്? ഫിറ്റിംഗ് ഷോപ്പിൽ മാർക്കിംഗ് ഓഫ് ടേബിളിൻ്റെ പ്രധാന ധർമ്മം എന്താണ്? ഓപ്ഷൻ എ കട്ടിംഗ് മെറ്റീരിയൽ, ഓപ്ഷൻ ബി സർവിങ് ആസ് എ ഫ്ലാറ്റ് ഡാറ്റം റെഫറൻസ് സർഫസ് ഫോർ ലേഔട്ട്, ഓപ്ഷൻ സി ഹാമറിംഗ് ഫോർജിങ്സ്, ഓപ്ഷൻ ഡി ഫയലിംഗ് ജോബ്സ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി സർവിങ് ആസ് എ ഫ്ലാറ്റ് ഡാറ്റം റെഫറൻസ് സർഫസ് ഫോർ ലേഔട്ട്. അതായത് മാർക്കിംഗ് ഓഫ് ഓർ ലേഔട്ട്സ് ചെയ്യുമ്പോൾ കൃത്യമായ ഡാറ്റം റെഫറൻസ് സർഫസായി വർക്ക് ചെയ്യുന്നത് മാർക്കിംഗ് ടേബിളിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 85 ആണ്. വാട്ട് മെറ്റീരിയൽ ആർ മാർക്കിംഗ് ഓഫ് ടേബിൾ കൺസ്ട്രക്റ്റഡ് ഫ്രം? മാർക്കിംഗ് ഓഫ് ടേബിൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? ഓപ്ഷൻ എ കാസ്റ്റ് അയൺ ഓർ ഗ്രാനൈറ്റ്, ഓപ്ഷൻ ബി മൈൽഡ് സ്റ്റീൽ ഓർ കോപ്പർ, ഓപ്ഷൻ സി വുഡ് ഓർ അലൂമിനിയം, ഓപ്ഷൻ ഡി പ്ലാസ്റ്റിക്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ കാസ്റ്റ് അയൺ ഓർ ഗ്രാനൈറ്റ് ആണ്. അതായത് മാർക്കിംഗ് ഓഫ് ടേബിൾ ഉറപ്പുള്ള കാസ്റ്റ് അയൺ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 86. വാട്ട് ഫീച്ചർ ഈസ് പ്രൊവൈഡഡ് ഓൺ ദ ടോപ്പ് മെഷീൻഡ് സർഫസ് ഓഫ് സം മാർക്കിംഗ് ഓഫ് ടേബിൾ? ചില മാർക്കിംഗ് ഓഫ് ടേബിളിൻ്റെ മുകൾ പ്രതലത്തിൽ നൽകിയിരിക്കുന്ന സംവിധാനം എന്താണ്? ഓപ്ഷൻ എ engraved setting outlines or grid lines, option B deep slot for holding saws, option C taped holes for drills, option D V grooves throughout. The correct answer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ engraved setting outlines or grid lines ആണ്. ചില മാർക്കിംഗ് ടേബിളിൻ്റെ മുകളിൽ കൃത്യമായ ജോബുകൾ വയ്ക്കാൻ engraved setting outlines or grid lines ഉണ്ടാകും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 87. How are the side edge of a marking of table finished relative to its top surface? മാർക്കിംഗ് ഓഫ് ടേബിളിൻ്റെ വശങ്ങളിൽ എഡ്ജുകൾ മുകൾ തലത്തോട് ഏത് ആംഗിളിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ അറ്റ് 45 ഡിഗ്രി ആംഗിൾ, ഓപ്ഷൻ ബി അറ്റ് റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി, ഓപ്ഷൻ സി പാരലൽ ഓൺലി, ഓപ്ഷൻ ഡി റൗണ്ടഡ് ഓഫ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് റൈറ്റ് ആംഗിളിലാണ്, അത് 90 ഡിഗ്രിയിലാണ്. മാർക്കിംഗ് ഓഫ് ടേബിളിൻ്റെ വശങ്ങളും മുകൾ പ്രതലവുമായി കൃത്യം 90 ഡിഗ്രി റൈറ്റ് ആംഗിളിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 88. ടു പ്രൊട്ടക്ട് എ കാസ്റ്റ് അയൺ മാർക്കിംഗ് ഓഫ് ടേബിൾ ഫ്രം റസ്റ്റ്, വാട്ട് ലെയർ ഷുഡ് ബി അപ്ലൈഡ്? അതായത് കാസ്റ്റ് അയൺ മാർക്കിംഗ് ടേബിൾ തുരുമ്പെടുക്കാതിരിക്കാൻ എന്താണ് പുരട്ടേണ്ടത്? ഓപ്ഷൻ എ പെയിന്റ്, ഓപ്ഷൻ ബി തിൻ ലെയർ ഓഫ് ഓയിൽ, ഓപ്ഷൻ സി വാട്ടർ, ഓപ്ഷൻ ഡി ചോക്ക് പൗഡർ. ദ കറക്റ്റ് ആൻസർ നമ്മൾ ഇതിനു മുമ്പ് ഇതേ സെയിം ക്വസ്റ്റ്യൻ കണ്ടതാണ്. ഓപ്ഷൻ ബി തിൻ ലെയർ ഓഫ് ഓയിൽ. ഉപയോഗത്തിന് ശേഷം തുടച്ച് നേരത്തെ ഒരു തിൻ ലെയർ ഓഫ് ഓയിൽ പുരട്ടുന്നത് തുരുമ്പ് തടയും. ഇനി അടുത്തായിട്ട് 11ാമത്തെ ടോപ്പിക്കായ ആംഗിൾ പ്ലേറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആംഗിൾ പ്ലേറ്റ് കൺസിസ്റ്റ് ഓഫ് 2 precision plane surface machined flat and square to each other at 90 ഡിഗ്രി. അപ്പോൾ അവിടെ ഒരു ഫിഗർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 90 ഡിഗ്രി ഒരു റൈറ്റ് ആംഗിളിലാണ് ആംഗിൾ പ്ലേറ്റ് ഇരിക്കുന്നത്. അത് 2 precision plane surface ആണ്, അത് മെഷീൻഡ് ഫ്ലാറ്റ് ആണ്, അതുപോലെ തന്നെ ഇത് സ്ക്വയറിലാണ്, 90 ഡിഗ്രി സ്ക്വയറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ 2 പ്രതലങ്ങളും പരസ്പരം 90 ഡിഗ്രി കോണിൽ മെഷീൻ ചെയ്ത ഒരു ഉപകരണമാണ്. ഇത് മാർക്കിംഗ് ചെയ്യുമ്പോൾ ജോബിനെ സപ്പോർട്ട് ചെയ്യാനും ക്ലാമ്പ് ചെയ്യാനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്ലോസ് ഗ്രൈൻഡ് കാസ്റ്റ് അയൺ അല്ലെങ്കിൽ ഓർ സ്റ്റീൽ. ഓക്കെ, വിത്ത് റിബോൺ അൺമെഷീൻഡ് സൈഡ് ഫോർ റിജിഡിറ്റി. അതോടൊപ്പം തന്നെ അൺമെഷീൻഡ് ആയിട്ടുള്ള സർഫസിൽ റിബ് ഉണ്ട്. ഓക്കെ, ദെൻ ഇതിന് പല ടൈപ്പുകളുണ്ട്. ഓക്കെ, പ്ലെയിൻ സോളിഡ് ആംഗിൾ പ്ലേറ്റ്, അതായത് കോമൺ ടൈപ്പ് ഫോർ സപ്പോർട്ടിങ് സ്മോളർ വർക്ക് പീസ്, അതാണ് ഫസ്റ്റ് കാണുന്നതാണ് പ്ലെയിൻ സോളിഡ് ആംഗിൾ പ്ലേറ്റ്. ഇനി സ്ലോട്ടഡ് ടൈപ്പ് ആംഗിൾ പ്ലേറ്റ്, അതായത് രണ്ടാമത് കാണുന്നതാണ് സ്ലോട്ടഡ് ടൈപ്പ് ആംഗിൾ പ്ലേറ്റ്. അതായത് നമുക്ക് ക്ലാമ്പിംഗ് ബോൾട്ടുകളൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ബോൾട്ടുകളൊക്കെ ഇടാനുള്ള സ്ലോട്ടുകൾ അവിടെയുണ്ട്. അപ്പം
ഈ ബോൾട്ടുകളൊക്കെ ഉപയോഗിച്ച് ക്ലാമ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് ഈ ഒരു ആംഗിൾ പ്ലേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമുക്ക് ക്യാൻ ബി ടിൽറ്റഡ് 90 ഡിഗ്രി വിത്ത് ദ സർഫസ്. നമുക്ക് 90 ഡിഗ്രി വർക്ക് പീസുമായിട്ട് 90 ഡിഗ്രി ഇത് ടിൽറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അടുത്തതായിട്ട് മൂന്നാമത്തെ ടൈപ്പാണ് സിവൈവൽ ടൈപ്പ് ആംഗിൾ പ്ലേറ്റ്. ഇത് നമുക്ക് ആംഗിളുകൾ ക്രമീകരിക്കാവുന്നതാണ്. അഡ്ജസ്റ്റബിൾ ഫോർ ടിൽറ്റിംഗ് ആൻഡ് ഹോൾഡിംഗ് വർക്ക് അറ്റ് വേരിയസ് ആംഗിളിൽ നമുക്കിത് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നാലാമത്തെ ടൈപ്പാണ് ബോക്സ് ആംഗിൾ പ്ലേറ്റ്. അതിൻ്റെ ഓൾ ഫേസസ് ആർ മെഷീൻഡ് സ്ക്വയർ ടു ഈച്ച് അതർ. എല്ലാ ഫേസും നമുക്ക് മെഷീൻ ചെയ്തതാണ്. പിന്നെ നമുക്ക് ജോബ് തിരിച്ച് വെച്ച് മാർക്ക് ചെയ്യാനും ഇതുകൊണ്ട് നമുക്ക് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ യൂസുകൾ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലെയിൻ സോൾഡ് ആംഗിൾ പ്ലേറ്റിൻ്റെ യൂസ് നോക്കിയേ. ഫോർ ലേഔട്ട് ചെക്കിംഗ് ആൻഡ് സപ്പോർട്ടിങ് സ്മോൾ ജോബ് അറ്റ് 90 ഡിഗ്രി. പിന്നെ സ്ലോട്ടഡ് ടൈപ്പ് ആംഗിൾ പ്ലേറ്റിൽ സ്ലോട്ട് അലോ ക്ലാമ്പിംഗ് ജോബ് സെക്യൂർലി ഫോർ ലേഔട്ട് ആൻഡ് മെഷീനിങ്. പിന്നെ സിവൈവൽ ടൈപ്പിലാണെങ്കിൽ സെറ്റിംഗ് ആൻഡ് മെഷീനിങ് അറ്റ് റിക്വേർഡ് ആംഗിളിൽ. ദെൻ ബോക്സ് ആംഗിൾ പ്ലേറ്റിൽ വെർസറ്റൈൽ യൂസ് ഫോർ ലേഔട്ട് ഇൻസ്പെക്ഷൻ ആൻഡ് മെഷീനിങ് ഫ്രം മൾട്ടിപ്പിൾ ഡയറക്ഷൻസ്. ഓക്കെ, ഇതിന് പിന്നെ ഗ്രേഡുകളുണ്ട്. അത് ഗ്രേഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂൾ റൂം ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹൈ ആക്യുറസി യൂസ്ഡ് ഇൻ ടൂൾ റൂം ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രിസിഷൻ വർക്കുകളാണ്. ഇനി ഗ്രേഡ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ജനറൽ വർക്ക്ഷോപ്പ് യൂസ് ആണ്. അതിൻ്റെ മീഡിയം ആക്യുറസി വർക്കാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഹയർ ദ ഗ്രേഡ് ഹയർ ദ ആക്യുറസി ആൻഡ് ഫിനിഷ്. നമ്മൾ ഗ്രേഡ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ ആക്യുറസി കൂടുന്നുണ്ടാവും. ഓക്കെ, പിന്നെ ഇതിൻ്റെ കീ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ വർക്കിംഗ് സർഫസ് ആർ മെഷീൻഡ് ഫ്ലാറ്റ് ആൻഡ് സ്ക്വയർ അറ്റ് 90 ഡിഗ്രി. റിബ്ഡ് കൺസ്ട്രക്ഷൻ ഓൺ അൺമെഷീൻഡ് സൈഡ് ഹാവിംഗ് സ്ട്രെങ്ത് ആൻഡ് റിജിഡിറ്റി. യൂസ്ഡ് വിത്ത് ക്ലാമ്പ്, വി ബ്ലോക്ക്, പാരലൽസ് ആൻഡ് അതർ ആക്സറീസ്. എസെൻഷ്യൽ ഫോർ ആക്യുറേറ്റ് മാർക്കിംഗ്, ചെക്കിംഗ്, മെഷീനിങ് ആൻഡ് അസംബ്ലി ഓപ്പറേഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആംഗിൾ പ്ലേറ്റിൽ വരുന്ന കാര്യങ്ങൾ. നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 89. അറ്റ് വാട്ട് ആംഗിൾ ആർ ദ 2 മെയിൻ പ്ലെയിൻ മെഷീൻ്റെ സർഫസ് ഓഫ് ആംഗിൾ പ്ലേറ്റ് പൊസിഷൻഡ്? ആംഗിൾ പ്ലേറ്റിൻ്റെ 2 പ്രധാന മെഷീൻ്റെ പ്രതലങ്ങൾ ഏത് ആംഗിളാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ എ 45, ഓപ്ഷൻ ബി 60, ഓപ്ഷൻ സി 90, ഓപ്ഷൻ ഡി 180. അപ്പോൾ നമുക്കറിയാം ഓപ്ഷൻ സി 90 ഡിഗ്രിയാണ് കറക്റ്റ് ആൻസർ. ആംഗിൾ പ്ലേറ്റിൻ്റെ 2 സർഫസുകളും കൃത്യമായി ഒരു റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ 90 ഡിഗ്രിയിലാണ് മെഷീൻ ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 90. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റിബ് പ്രൊവൈഡഡ് ഓൺ ദ അൺമെഷീൻഡ് ബാക്ക് സൈഡ് ഓഫ് ആംഗിൾ പ്ലേറ്റ്? അപ്പോൾ നമ്മുടെ ആംഗിൾ പ്ലേറ്റിൻ്റെ പുറകിലെ മെഷീൻ ചെയ്യാത്ത ഭാഗത്ത് റിബ് ചെയ്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഓപ്ഷൻ എ ടു റെഡ്യൂസ് വെയിറ്റ്, ഓപ്ഷൻ ബി ടു പ്രൊവൈഡ് റിജിഡിറ്റി ആൻഡ് പ്രിവെന്റ് ഡിസ്ട്രോഷൻ, ഓപ്ഷൻ സി ഫോർ ഗ്രിപ്പിംഗ് ബൈ ഹാൻഡ്, ഓപ്ഷൻ ഡി ടു ഹോൾഡ് ബോൾട്ട്. പിന്നെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രൊവൈഡ് റിജിഡിറ്റി ആൻഡ് പ്രിവെന്റ് ഡിസ്ട്രോഷൻ. ഓക്കെ, ഇതിൻ്റെ അപ്പോൾ ആംഗിൾ പ്ലേറ്റിൻ്റെ ആ ഒരു പുറം ഭാഗത്ത്, അതായത് നമുക്ക് ആംഗിൾ പ്ലേറ്റ് നമ്മൾ മെഷീൻ ചെയ്യാത്ത ഒരു ബാക്ക് സൈഡ് സർഫസ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് റിജിഡിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഈ റിബുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 91. വിച്ച് ടൈപ്പ് ഓഫ് ആംഗിൾ പ്ലേറ്റ് ഹാസ് സ്ലോട്ട് മിൽഡ് ഓൺ ബോത്ത് ഫേസ് ഓഫ് അക്കോമഡേറ്റിംഗ് ക്ലാമ്പിംഗ് ബോൾട്ട്? അതായത് ക്ലാമ്പിംഗ് ബോൾട്ടുകൾ ഉറപ്പിക്കാൻ 2 ഫേസുകളിലും സ്ലോട്ടുകൾ മിൽ ചെയ്ത ആംഗിൾ പ്ലേറ്റ് ഏതാണ്? ഓപ്ഷൻ എ പ്ലെയിൻ സോളിഡ് ആംഗിൾ പ്ലേറ്റ്, ഓപ്ഷൻ ബി സ്ലോട്ടഡ് ടൈപ്പ് ആംഗിൾ പ്ലേറ്റ്, ഓപ്ഷൻ സി സിവൈബിൾ ടൈപ്പ് ആംഗിൾ പ്ലേറ്റ്, ഓപ്ഷൻ ഡി ബോക്സ് ആംഗിൾ ടൈപ്പ് പ്ലേറ്റ്. അപ്പോൾ ഇന്നത്തെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി സ്ലോട്ടഡ് ടൈപ്പ് ആംഗിൾ പ്ലേറ്റ് ആണ്. അതായത് സ്ലോട്ടഡ് ടൈപ്പ് ആംഗിൾ പ്ലേറ്റിൽ ആണ് വർക്ക് പീസ് ബോൾട്ട് ചെയ്ത് വയ്ക്കാനുള്ള സ്ലോട്ടുകൾ ഉള്ളത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 92 ആണ്. വിച്ച് ടൈപ്പ് ഓഫ് ആംഗിൾ പ്ലേറ്റ് ഹാസ് 2 സെപ്പറേറ്റ് അഡ്ജസ്റ്റബിൾ പീസ് വിത്ത് ഗ്രാജുവേഷൻ ടു സെറ്റ് അറ്റ് ഡിസൈഡ് ആംഗിൾ? അതായത് ആവശ്യമായ ആംഗിളുകൾ, ചരിവുകൾ ക്രമീകരിക്കാൻ സ്വാധീനിക്കുന്ന ആംഗിൾ പ്ലേറ്റ് ഏതാണ്? ഓപ്ഷൻ എ പ്ലെയിൻ സോളിഡ് ആംഗിൾ പ്ലേറ്റ്, ഓപ്ഷൻ ബി സ്ലോട്ടഡ് ആംഗിൾ പ്ലേറ്റ്, ഓപ്ഷൻ സി സിവൈബിൾ ടൈപ്പ് ആംഗിൾ പ്ലേറ്റ്, ഓപ്ഷൻ ഡി ബോക്സ് ആംഗിൾ പ്ലേറ്റ്. പിന്നെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവൈബിൾ ടൈപ്പ് ആംഗിൾ പ്ലേറ്റ് ആണ്. സിവൈബിൾ ടൈപ്പ് ആംഗിൾ പ്ലേറ്റിൽ ഗ്രാജുവേഷൻസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമുള്ള ആംഗിളുകളിൽ തിരിച്ച് നമുക്കത് വയ്ക്കാനും സാധിക്കുന്നുണ്ട്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ
93. What is the main advantages of box angle plate over ordinary angle plate? ഇപ്പോൾ ബോക്സ് ആംഗിൾ പ്ലേറ്റിൻ്റെ പ്രധാന പ്രത്യേകത അല്ലെങ്കിൽ മേന്മ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലൈറ്റ് ഇൻ വെയിറ്റ്, ഓപ്ഷൻ ബി ജോബ് ക്യാൻ ബി റൊട്ടേറ്റഡ് വിത്ത് ദ ബോക്സ് ഫോർ മാർക്കിംഗ് ഓൺ മൾട്ടിപ്പിൾ ഫേസസ്, ഓപ്ഷൻ സി മെയ്ഡ് ഓഫ് വുഡ്, ഓപ്ഷൻ ഡി കനോട്ട് ബി ക്ലാംപ്ഡ്. പിന്നെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ജോബ് ക്യാൻ ബി റൊട്ടേറ്റഡ് വിത്ത് ദ ബോക്സ് ഫോർ മാർക്കിംഗ് ഇൻ മൾട്ടിപ്പിൾ ഫേസസ് ആണ്. അതായത് ബോക്സ് ആംഗിൾ പ്ലേറ്റിൽ വർക്ക് അഴിക്കാതെ തന്നെ ബോക്സ് തിരിച്ചു വെച്ച് പല വശങ്ങളിലും തുടർച്ചയായി നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് നമ്മുടെ 12ാമത്തെ ടോപ്പിക്കായ പാരലൽ ബ്ലോക്ക് അല്ലെങ്കിൽ പാരലൽസ് എന്ന ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പാരലൽ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് ഫോർ സെറ്റിംഗ് വർക്ക് പീസ് പാരലൽ ഡ്യൂറിങ് മെഷീനിങ് ആൻഡ് ഫോർ റേസിംഗ് ജോബ് ഇൻ വൈസസ് ഓർ മെഷീൻ ടേബിൾ. അതായത് മെഷീനിങ് സമയത്ത് മാർക്കിംഗ് സമയത്തോ വർക്ക് പീസുകൾ പാരലലായി സെറ്റ് ചെയ്യാനും ഉയർത്തി വയ്ക്കാനുമാണ് നമ്മൾ ഈ പാരലൽ ബ്ലോക്കുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പല ടൈപ്സുകളുണ്ട്. സോളിഡ് പാരലൽസ് ഉണ്ട്, അഡ്ജസ്റ്റബിൾ പാരലൽസ് ഉണ്ട്. ആ സോളിഡ് പാരലൽസിൻ്റെ ആ ഫിഗറിലേക്ക് നമ്മൾ നോക്കിയേ, സോളിഡ് ബ്ലോക്ക് ഓഫ് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ, പല റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻസ് സോളിഡ് ബ്ലോക്കുകളാണ് അവിടെ, സ്റ്റീൽ ബ്ലോക്കുകളാണ് അവിടെ ഉള്ളത്. ഇത് പ്രിസിഷൻ ഹാർഡൻഡ് ആൻഡ് ഗ്രൗണ്ട് ആണ്. സപ്ലൈഡ് ഇൻ മാച്ചിങ് പെയർ ഗ്രേഡ് എ ആൻഡ് ഗ്രേഡ് ബി. അത് ഒരേ വലിപ്പത്തിലുള്ള ജോഡികളായി, അത് മാച്ചിങ് പെയർ ആയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡ് എ ആൻഡ് ഗ്രേഡ് ബി ആണ് വരുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രിസിസിലി ഹാർഡൻഡ് ആൻഡ് ഗ്രൗണ്ട് ഓൺ ഓൾ ഫേസ്, വളരെ പ്രിസിഷനാണ്. അതുപോലെ തന്നെ ഗ്രൗണ്ടാണ് ഓൾ ഫേസ്. കാരണം ഇത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് മാച്ച് ചെയ്തിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ഒരു തുള്ളി ബറുകളോ ഒന്നും അവിടെ വരാൻ പാടില്ല. വളരെ പ്രിസിഷൻ ആയിട്ട് സർഫസിങ് ആയിട്ടുള്ളൊരു ബ്ലോക്ക് ആയിരിക്കണം ഇത്. പിന്നെ ഗ്രേഡ്, ഇതിൻ്റെ ഗ്രേഡ് നോക്കിയേ, ഗ്രേഡ് എ എന്ന് പറഞ്ഞാൽ ഹൈ ആക്യുറസി, അത് ഫോർ ടൂൾ റൂംസ് അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രിസിഷൻ വർക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഗ്രേഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ വർക്ക്ഷോപ്പ് യൂസ് ഫോർ ഓർഡിനറി മെഷീനിങ് വർക്കുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് നോക്കിയേ, ഇപ്പോൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വയ്ക്കുമ്പോൾ അതാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് വരുന്നത്. പിന്നെ അതിൻ്റെ ലെങ്ത് ഉണ്ട്, വിഡ്ത്ത് ഉണ്ട്. ഓക്കെ, ഇതാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അഡ്ജസ്റ്റബിൾ ടൈപ്പ് നോക്കിയേ, അഡ്ജസ്റ്റബിൾ ടൈപ്പിൽ കൺസിസ്റ്റ് ഓഫ് 2 സ്ലൈഡിംഗ് ടേപ്ഡ് ബ്ലോക്ക് വിത്ത് എ ടങ് ആൻഡ് ഗ്രൂവ് അസംബ്ലി. അഡ്ജസ്റ്റബിൾ ആയിട്ട് വേരിയസ് ഹൈറ്റ്, അതായത് ടോപ്പ് സ്ലൈഡിംഗ് ബ്ലോക്ക് ഉണ്ട്, അത് വിത്ത് ഗ്രൂവ് ആണ്. ബോട്ടം ബ്ലോക്ക് വിത്ത് ടങ് ആണ്. പിന്നെ അവിടെ ലോക്കിംഗ് സ്ക്രൂ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ ഉയരം നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ടോപ്പ് ബ്ലോക്ക് സ്ലൈഡ് ഓൺ ദ ടേപ്പേഡ് സർഫസ് ഓഫ് ദ ബോട്ടം ബ്ലോക്ക് ബൈ സ്ലൈഡിംഗ് ഇൻ ഓർ ഔട്ട്, ദെൻ ടൈറ്റിങ് ദ സ്ക്രൂ. ദ റിക്വയർഡ് ഹൈറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ആൻഡ് മെയിൻറ്റെയിൻഡ്. അപ്പോൾ ആ സ്ക്രൂ ഉപയോഗിച്ച് നമുക്കത് അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ടു എനി റിക്വയർഡ് സൈസ്, ടേപ്പേഡ് സർഫസ് സ്ലൈഡ്ലി സ്മൂത്ത്ഡ് ഫോർ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ്, ലോക്കിംഗ് സ്ക്രൂ പ്രൊവൈഡഡ് ടു ഹോൾഡ് ദ സെറ്റിംഗ്, യൂസ്ഡ് ഇൻ പെയർ. ഓക്കെ, ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് മെയിൻറ്റെയിൻ ട്രൂ പാരലലിസം, ഹാർഡൻ ആൻഡ് വെയർ റെസിസ്റ്റൻറ്റ്, പ്രൊവൈഡ് ആക്യുറേറ്റ് സപ്പോർട്ട് ആൻഡ് ഹൈറ്റ്, ഇംപ്രൂവ് മെഷീനിങ് ആക്യുറസി ആൻഡ് സർഫസ് ഫിനിഷ്, സിമ്പിൾ ടു യൂസ് ആൻഡ് എക്കണോമിക്കൽ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ടിപ്പിക്കൽ യൂസ് ബോത്ത് ടൈപ്സിൻ്റെ യൂസ് അവിടെ കൊടുത്തിട്ടുണ്ട്. സെറ്റ് വർക്ക് പാരലൽ ടു മെഷീൻ ടേബിൾ, റൈസിംഗ് ജോബ് ടു പ്രോപ്പർ ഹൈറ്റ് ഫോർ മെഷീനിങ്, സപ്പോർട്ടിംഗ് ലോങ് വർക്ക് പീസസ് യൂസ്ഡ് അണ്ടർ വൈസസ് ഫിക്സ്ചർ ആൻഡ് ക്ലാമ്പിംഗ് ഡിവൈസ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പാരലൽ ബ്ലോക്കിൽ ഇവയ്ക്ക് വരുന്നത്. നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 94. In how many grades are angle plate available and which grade is used for tool room work? ആംഗിൾ പ്ലേറ്റ് എത്ര ഗ്രേഡുകളിൽ ലഭ്യമാണ്? ഇതിൽ ടൂൾ റൂം പണികൾക്ക് ഏതാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 2, അത് ഗ്രേഡ് 1 ഫോർ ടൂൾ റൂം. ഓപ്ഷൻ ബി ഗ്രേഡ് എ ആൻഡ് ഗ്രേഡ് ബി ഫോർ ടൂൾ റൂം. ഓപ്ഷൻ സി ഗ്രേഡ് 1 ആൻഡ് 2, ഗ്രേഡ് 2 ഫോർ ടൂൾ റൂം. ഓപ്ഷൻ ഡി ഗ്രേഡ് 3 ഓൺലി. അപ്പോൾ അതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 2 ആണെന്നറിയാം. ഈ ഗ്രേഡ് 1 എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടൂൾ റൂമിലാണ്. അപ്പോൾ ഗ്രേഡ് 2 എന്താണ്? അത് വർക്ക്ഷോപ്പ് പർപ്പസുകൾക്കാണ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ ആംഗിൾ പ്ലേറ്റിൽ ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 2 എന്നിവയുണ്ട്. ഇതിൽ ഗ്രേഡ് 1 ഉയർന്ന കൃത്യത ആവശ്യമായ ടൂൾ റൂം പണികൾക്കാണ് ഉപയോഗിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 95. വാട്ട് ആർ ദ 2 കോമൺ ടൈപ്പ് ഓഫ് പാരലൽ ബ്ലോക്ക് യൂസ്ഡ് ഫോർ സെറ്റിംഗ് വർക്ക് പീസ് ഇൻ മെഷീൻ ഷോപ്പ്? അപ്പോൾ വർക്ക്ഷോപ്പുകളിൽ ഉപയോഗിക്കുന്ന പാരലൽ ബ്ലോക്കുകൾ പ്രധാനമായും ഏതെല്ലാമാണ്? ഓപ്ഷൻ എ സോളിഡ് പാരലൽസ് ആൻഡ് അഡ്ജസ്റ്റബിൾ പാരൽസ്, ഓപ്ഷൻ ബി ഫിക്സഡ് പാരൽസ് ആൻഡ് ഫ്ലെക്സിബിൾ പാരൽസ്, ഓപ്ഷൻ സി കാസ്റ്റ് പാരലൽസ് ആൻഡ് സ്റ്റീൽ പാരലൽസ്, ഓപ്ഷൻ ഡി മെട്രിക് പാരലൽസ് ആൻഡ് ഇഞ്ച് പാരലൽസ്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ സോളിഡ് പാരലൽസ് ആൻഡ് അഡ്ജസ്റ്റബിൾ പാരൽസ് ആണ്. അപ്പോൾ ഇതിന്റെ പാരലൽസ് പ്രധാനമായും സോളിഡ് പാരൽസ് ഉണ്ട്, അഡ്ജസ്റ്റബിൾ പാരൽസ്, ഇങ്ങനെ 2 തരത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ പേരിൽ ഓർത്തിരിക്കണേ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 96. വൈ മസ്റ്റ് പാരലൽ ബ്ലോക്ക് ഓൾവേസ് ബി യൂസ്ഡ് ഇൻ മാച്ചിങ് പെയർസ്? അപ്പോൾ പാരലൽ ബ്ലോക്ക് എപ്പോഴും മാച്ചിങ് പെയർ അല്ലെങ്കിൽ ജോഡികളായി തന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? ഓപ്ഷൻ എ ടു സേവ് കോസ്റ്റ് ആണോ? ഓപ്ഷൻ ബി ടു എൻഷർ ഈക്വൽ ഹൈറ്റ് ആൻഡ് ആക്യുറസി ഇൻ സെറ്റപ്പ് ആണോ? ഓപ്ഷൻ സി ടു റിഡ്യൂസ് വെയിറ്റ്, ഓപ്ഷൻ ഡി ടു ഇൻക്രീസ് ഗ്രിപ്പ്. പിന്നെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ടു എൻഷർ ഈക്വൽ ഹൈറ്റ് ആൻഡ് ആക്യുറസി ഇൻ സെറ്റപ്പ്. പിന്നെ എക്സ്പ്ലെയിൻ തുല്യ ഉയരവും കൃത്യതയും സെറ്റപ്പിൽ ഉറപ്പാക്കാൻ ഒരേ ഡയമെൻഷൻസ് ഉള്ള ജോഡികളായ പാരലൽസ് വേണം ഉപയോഗിക്കാനായിട്ട്. ഇനി ഓക്കെ, നമ്മുടെ അടുത്ത ടോപ്പിക്കായ അവസാനത്തെ ടോപ്പിക്കായ കോമ്പിനേഷൻ സെറ്റിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ കോമ്പിനേഷൻ സെറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ്. അപ്പോൾ നമ്മളിത് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? മാർക്കിംഗ്, അതോടൊപ്പം തന്നെ അളക്കാൻ അല്ലെങ്കിൽ കോണുകൾ പരിശോധിക്കാൻ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു മൾട്ടി പർപ്പസ് ഉപകരണമാണ്. അതായത് ഇപ്പം ഈ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുന്നത് ഇതൊരു വെർസറ്റൈൽ ഇൻസ്ട്രുമെൻ്റ് ആണ്, യൂസ്ഡ് ഫോർ ലേഔട്ട് വർക്ക്, മെഷർമെൻറ്റ് ആൻഡ് ആംഗുലർ ചെക്കിങ്. അപ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങൾക്ക് നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. അത് പല എക്യുപ്മെൻറ്റ്സും അതിൽ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് പ്രൊട്രാക്ടർ ഹെഡാണ്. അപ്പോൾ മെഷർ ആൻഡ് മാർക്ക് ആംഗിൾ വിത്തിൻ ആക്യുറസി ഓഫ് 1 ഡിഗ്രി കണ്ടെയ്ൻ എ സ്പിരിറ്റ് ലെവൽ. ഇതിലൊരു സ്പിരിറ്റ് ലെവൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ കൃത്യതയിൽ ആംഗിൾ അളക്കാനും മാർക്ക് ചെയ്യാനും നമ്മളിത് ഉപയോഗിക്കുന്നു. ഇതിനകത്ത് സ്പിരിറ്റ് ലെവൽ ഉണ്ട്. അപ്പോൾ ആ ലെവൽ കറക്റ്റ് ചെയ്യാനാണ് സ്പിരിറ്റ് ലെവൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത് 1 ഡിഗ്രിയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊട്രാക്ടർ ഹെഡിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത് 1 ഡിഗ്രിയാണ്. ഇനി അടുത്തതായിട്ട് സ്ക്വയർ ഹെഡ് വരുന്നുണ്ട്. സ്ക്വയർ ഹെഡ് നോക്കിയും, അതായത് ആംഗിളുകൾ മാർക്ക് ചെയ്യാനും പരിശോധിക്കാനും സ്ലോട്ടുകളുടെ ഡെപ്ത് അളക്കാനും ഉപയോഗിക്കാം നമുക്കിത്. അപ്പോൾ ഇതിൻ്റെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രിയാണ് വരുന്നത്. ഓക്കെ, ദെൻ അവിടെ ഒരു ലോക്കിംഗ് സ്ക്രൂ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് എന്താ? സെൻറ്റർ ഹെഡ്. അതായത് ഈ സിലിണ്ടറിക്കൽ അല്ലെങ്കിൽ റൗണ്ട് ജോബുകളുടെ സെൻറ്റർ കണ്ടെത്താൻ ഉപയോഗിക്കുന്നതാണ് സെൻറ്റർ ഹെഡ്. ഓക്കെ, ഇനി അവിടെ നമുക്ക് സ്റ്റീർ റൂൾ ഉണ്ട്. മറ്റു 3 ഹെഡുകളിലും ഇത് ഘടിപ്പിച്ച് സ്ലൈഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഒരു സ്റ്റീർ റൂൾ പോലെ തന്നെയാണ്. അപ്പോൾ സ്റ്റീർ റൂളിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊട്രാക്ടർ ഹെഡിൻ്റെ ആപ്ലിക്കേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. മെഷറിംഗ് ആംഗിൾസ് ഉണ്ട്, മാർക്കിംഗ് ആംഗിൾസ് ഉണ്ട്, സെറ്റിംഗ് ബിവൽ ആംഗിൾസ് ഉണ്ട്, എൻ്റെ ആക്യുറസി 1 ഡിഗ്രി ആണെന്ന് കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ഹെഡിൻ്റെ ആപ്ലിക്കേഷൻ ചെക്കിംഗ് സ്ക്വയർനെസ്, മാർക്കിംഗ് 45 ഡിഗ്രി, മാർക്കിംഗ് 90 ഡിഗ്രി ലൈൻസ്, മെഷറിംഗ് സ്ലോട്ട് ഡെപ്ത്. അതോടൊപ്പം തന്നെ സെൻറ്റർ ഹെഡിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡിങ് സെൻറ്റർ ഓഫ് റൗണ്ട് ബാർ, ലൊക്കേറ്റിംഗ് സെൻറ്റർ ഫോർ ഡ്രില്ലിംഗ്. ദെൻ സ്റ്റീൽ റൂളിൻ്റെ ആപ്ലിക്കേഷൻ നമുക്കറിയാം, ജനറൽ മെഷർമെൻറ്റ്, റെഫറൻസ് ഫോർ ഓൾ അറ്റാച്ച്മെൻറ്റ്. ഇനി ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾ ത്രീ ഹെഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻഡിപെൻഡൻ്റ്ലി ഓർ ടുഗദർ. നമുക്കിത് ഇൻഡിവിജ്വലായിട്ടും അതോടൊപ്പം തന്നെ ഒരുമിച്ച് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഈസി ടു സ്ലൈഡ് ആൻഡ് ക്ലാമ്പ് അറ്റ് എനി പൊസിഷൻ. നമുക്ക് ഈസി ആയിട്ട് സ്ലൈഡ് ചെയ്യാനും ക്ലാമ്പ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇത് വളരെ കറക്റ്റ് കൺസ്ട്രക്ഷൻ, നമുക്ക് ആക്യുറസിയാണ് നമുക്ക് തരുന്നത്. ദെൻ മൾട്ടിപർപ്പസ് ഇൻസ്ട്രുമെൻ്റ് ആണ്, എക്കണോമിക്കലാണ്, ഈസി ടു യൂസ് ആണ്, സപ്ലൈഡ് ഇൻ ഫിറ്റഡ് കേസ് ഫോർ പ്രൊട്ടക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കോമ്പിനേഷൻ സെറ്റിൽ വരുന്നത്. നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 97. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെഡ് അറ്റാച്ച്മെൻറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് സ്റ്റാൻഡേർഡ് കോമ്പിനേഷൻ സെറ്റ്? അപ്പോൾ താഴെ പറയുന്നവയിൽ ഒരു കോമ്പിനേഷൻ സെറ്റിൻ്റെ ഭാഗമല്ലാത്ത ഹെഡ് ഏതാണ്? പ്രൊട്രാക്ടർ ഹെഡ് ആണോ? ഓപ്ഷൻ ബി സ്ക്വയർ ഹെഡ് ആണോ? ഓപ്ഷൻ സി സെൻറ്റർ ഹെഡ് ആണോ? ഓപ്ഷൻ ഡി മൈക്രോമീറ്റർ ഹെഡ് ആണോ? നമുക്കറിയാം ഓപ്ഷൻ ഡി മൈക്രോമീറ്റർ ഹെഡ് ആണ് നമ്മുടെ ഈ ഒരു കോമ്പിനേഷൻ സെറ്റിൽ വരാത്തത്. ബാക്കി എല്ലാ ഹെഡുകളും ഈ കോമ്പിനേഷൻ സെറ്റിൽ വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 98. വിച്ച് അറ്റാച്ച്മെന്റ് ഓഫ് കോമ്പിനേഷൻ സെറ്റ് ഈസ് സ്പെസിഫിക്കലി യൂസ്ഡ് ഫോർ ലൊക്കേറ്റിംഗ് ദ സെൻറ്റർ ഫോർ സിലിണ്ടറിക്കൽ ജോബ്? അപ്പോൾ കോമ്പിനേഷൻ സെറ്റിൽ ഉരുണ്ട
ഉരുണ്ട വർക്കുകളുടെ കേന്ദ്രം കണ്ടെത്താൻ അല്ലെങ്കിൽ റൗണ്ടഡ് ഒബ്ജക്റ്റുകളുടെ സെൻറ്റർ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഹെഡ് ഏതാണ്? ഓപ്ഷൻ എ പ്രൊട്രാക്ടർ ഹെഡ്, ഓപ്ഷൻ ബി സ്ക്വയർ ഹെഡ്, ഓപ്ഷൻ സി സെൻറ്റർ ഹെഡ്, ഓപ്ഷൻ ഡി സ്പിരിറ്റ് ലെവൽ ഹെഡ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഉത്തരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി സെൻറ്റർ ഹെഡ് ആണ്. സെൻറ്റർ ഹെഡ് ആണ് സ്റ്റീൽ റൂളിനോടൊപ്പം ചേർത്ത് സിലിണ്ടറിക്കൽ ജോബുകളുടെ സെൻറ്റർ കണ്ടെത്താൻ ഉപയോഗിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 99. വിച്ച് ഹെഡ് ഓഫ് കോമ്പിനേഷൻ സെറ്റ് ഈസ് യൂസ്ഡ് ടു മാർക്ക് ആൻഡ് ചെക്ക് 90 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി ആംഗിൾ? അപ്പോൾ കോമ്പിനേഷൻ സെറ്റിൽ 90 ഡിഗ്രി കൂടാതെ 45 ഡിഗ്രി കോണുകളിൽ മാർക്ക് ചെയ്യാനും ചെക്ക് ചെയ്യാനും ഉപയോഗിക്കുന്ന ഹെഡ് ഏതാണ്? ഓപ്ഷൻ എ പ്രൊട്രാക്ടർ ഹെഡ് ആണോ, ഓപ്ഷൻ ബി സ്ക്വയർ ഹെഡ് ആണോ, ഓപ്ഷൻ സി സെൻറ്റർ ഹെഡ് ആണോ, ഓപ്ഷൻ ഡി ഡിവൈഡർ ഹെഡ് ആണോ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി സ്ക്വയർ ഹെഡ് ആണ്. അപ്പോൾ സ്ക്വയർ ഹെഡിൽ 90 ഡിഗ്രി എഡ്ജും 45 ഡിഗ്രി എഡ്ജ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആംഗിൾ ചെക്ക് ചെയ്യാനും ഡെപ്ത് അളക്കാനാണ് ഇത് ഉപയോഗിക്കാൻ നമുക്കത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 100. വാട്ട് ഈസ് ദ ആംഗുലർ മെഷറിംഗ് ആക്യുറസി ഓഫ് ദ പ്രൊട്രാക്ടർ ഹെഡ് ഇൻ കോമ്പിനേഷൻ സെറ്റ്? അപ്പോൾ കോമ്പിനേഷൻ സെറ്റിലെ പ്രൊട്രാക്ടർ ഹെഡിൻ്റെ ആക്യുറസി എത്രയാണ്? ഓപ്ഷൻ എ 1 ഡിഗ്രി, ഓപ്ഷൻ ബി 5 മിനിറ്റ്, ഓപ്ഷൻ സി 0.5 ഡിഗ്രി, ഓപ്ഷൻ ഡി 0.02 mm. അപ്പോൾ നമ്മൾ പഠിച്ചതാണ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിഗ്രിയാണ്. അപ്പോൾ കോമ്പിനേഷൻ സെറ്റിലെ പ്രൊട്രാക്ടർ ഹെഡ് 1 ഡിഗ്രി ആക്യുറസി ആംഗിളിലാണ് അളക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 100 MCQ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസിലെ എല്ലാ ടൂൾസിനെ കുറിച്ചും മാർക്കിങ്ങിനെ കുറിച്ചും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ 100 MCQ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാം നിമി ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് 1 ടൈം കണ്ടതിന് ശേഷം വീണ്ടും ഒന്ന് കണ്ടു നോക്കുക. റിവൈസായിട്ട് റിവിഷൻ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഉപകാരപ്പെടും. എക്സാം ഹാളിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഉത്തരങ്ങൾ ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ താങ്ക് യു ഫോർ യുവർ വാച്ചിങ്. നമ്മുടെ ചാനലായ ടെക് എക്സാം ക്രാക്കർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന അപ്കമിങ് എക്സാംസുകളായിട്ടുള്ള പല എക്സാമുകളും വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, AMB, അതോടൊപ്പം തന്നെ കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ, ലെക്ചറർ, അസിസ്റ്റന്റ് പ്രൊഫസർ തുടങ്ങിയ പല എക്സാമുകൾ, KSB വർക്കർ തുടങ്ങിയ, അതോടൊപ്പം തന്നെ ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയുടെ കോഴ്സ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സുകളിലേക്കൊക്കെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളെല്ലാം ഫ്രീ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്കും നമ്മുടെ യൂട്യൂബിൽ തന്നെ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനലുണ്ട്, അതിലേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോകളും അതോടെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ, നമ്മൾ യൂട്യൂബ് ചാനലിൽ കൊടുക്കാത്ത പല സ്റ്റഡി മെറ്റീരിയലുകളും നമ്മൾ ടെലിഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് PDF നോട്ടുകൾ അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസുകൾ ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലും നമ്മുടെ യൂട്യൂബ് ചാനലും ടെലിഗ്രാം ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാം ഫ്രീ ആണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.